നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹർത്താൽ ആരുടെ ശക്തി തെളിയിക്കാൻ? ജനങ്ങളെ ബന്ദിയാക്കി ആഘോഷമാക്കുന്ന പ്രതിഷേധം. രോഗബാധിതരായവർക്കും പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ നേരിടുന്നവർക്കും ആശുപത്രിയിലെത്താൻ പോലും വഴിയില്ലാത്ത അവസ്ഥ. അടിയന്തര സേവനങ്ങൾ പോലും തടസ്സപ്പെടുമ്പോൾ പ്രതിഷേധത്തിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് ചോദിക്കേണ്ടി വരുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതം താറുമാറാക്കി ജോലി, പഠനം, ചികിത്സ നാട് ചുട്ടുപൊള്ളുമ്പോൾ KSRTC ബസ്സുകളിൽ യാത്രക്കാരെ മണിക്കൂറുകൾ തടഞ്ഞുവെക്കുന്നത് പ്രതിഷേധമല്ല, അതിക്രമമാണ്. അകത്തോ പുറത്തോ എന്ന് കാത്തിരിക്കുന്ന ഈ സർക്കാരിന് മുന്നിൽ ജനങ്ങളെ തടഞ്ഞു നിർത്തിയുള്ള സമരത്തിന് എന്ത് പ്രസക്തി? പ്രതിഷേധം ജനാധിപത്യാവകാശമാണ്. പക്ഷേ അത് ജനങ്ങളെ ബന്ദിയാക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അതിന്റെ ന്യായം നഷ്ടമാകുന്നു. ആർക്ക് നീതി കിട്ടാനാണോ ഹർത്താൽ നടത്തിയത്, അതേ നിതിൻ രാജിന്റെ കുടുംബം പറയുന്നു ജനങ്ങളെ തടഞ്ഞുള്ള സമരം വേണ്ട. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു ഹർത്താൽ ആരുടെ ശക്തി തെളിയിക്കാൻ. ഇന്ന് കേരള ഹർത്താൽ നടത്തിയത് എന്തുദ്ദേശത്തോടു കൂടിയാണോ അതിന് വിപരീതമായ കാര്യങ്ങളാണ് സംഭവിച്ചത്. ജനങ്ങൾ ഹർത്താലിനെതിരെ പ്രതികരിക്കുന്നതും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ടു. ജനങ്ങളെ തടയില്ല, വാഹനങ്ങൾ തടയില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു സമരസമിതി ഇന്നലെ അറിയിച്ചിരുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചത്. തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ KSRTC ബസ്സുകൾ മണിക്കൂറുകൾ തടഞ്ഞുവെക്കുന്ന അവസ്ഥ. ബസ്സുകളിൽ യാത്രക്കാർ ഉള്ള സമയത്ത് ബസ്സുകൾ തടഞ്ഞിട്ടത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ യാത്രക്കാർക്ക് ബസ്സിലിരിക്കേണ്ട ഗതികേടാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ക്യാൻസർ രോഗിയെ പോലും തടയുന്ന അവസ്ഥയാണ് തിരുവല്ലയിൽ നിന്ന് കാണാനായത്. പലയിടങ്ങളിലും ജനങ്ങൾ പ്രതിഷേധിക്കുകയുണ്ടായി. ചില പ്രതിഷേധങ്ങൾ കാണാം. ഒരു വണ്ടി ഒരു കാര്യമുണ്ട്, ഹർത്താലിന് വണ്ടി പിടിച്ചു വെക്കാൻ വേണ്ടി അറിയില്ല. അങ്ങനെയാണെങ്കിൽ വണ്ടി കൊണ്ട് ഇറക്കും, നടന്നു പോയിട്ട് ഇറക്കും. നടന്നു പോയിട്ട് ഇറക്കിട്ട് വണ്ടി പിടിച്ചു കൊടുക്കും. വാഹനങ്ങൾ തടഞ്ഞിട്ടതിനു ശേഷം സ്വന്തം ബൈക്കിൽ പോകുന്ന രംഗമാണ് ഇത്. ഇത്തരത്തിൽ ജനങ്ങൾ തിരിച്ച് പ്രതിഷേധിക്കുന്ന കാഴ്ച പലയിടങ്ങളിലും കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ആശുപത്രികളിലേക്കും ദൂരയാത്രകൾക്കുമായി പോകുന്ന ആളുകളെ തടഞ്ഞു വെക്കുന്ന അവസ്ഥയും ഉണ്ടായി. അവിടെ കുട്ടികളുമായിട്ട് യാത്ര ചെയ്ത സ്ത്രീകളെ പോലും തടഞ്ഞു. തിരിച്ചവർ പ്രതികരിക്കുകയും ചെയ്തു. നാളെ എന്റെ ജീവൻ ഇല്ലാതാവുന്ന ഒരു ഉറപ്പ് എന്താ? എനിക്ക് ഉറപ്പ് ഓരോർപ്പുമില്ല. എവിടെയായാലും ഞാൻ തുറന്നു പറയുന്നത് ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ഹർത്താലുകാരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാം. അവര് ചെയ്യട്ടെ. നാളെ ഒരു കാലത്ത് നമുക്ക് അവർക്ക് ഇതുപോലെ സാഹചര്യം. ഇതാണ് പലയിടത്തു നിന്നും ജനങ്ങളുടെ പ്രതികരണം. പ്രത്യേകിച്ച് സ്ത്രീകൾ തിരികെ പ്രതികരിക്കുകയുണ്ടായി ഇത്തവണ. ഈ ഹർത്താൽ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരു ഹർത്താലായിരുന്നു. ആ ഉദ്ദേശ്യത്തോട് ജനങ്ങൾ അനുകൂലമായി തന്നെയാണ് പ്രതികരിച്ചത്. പക്ഷേ ജനങ്ങളെ എന്തിന് ബന്ദിയാക്കി എന്നുള്ള ചോദ്യമാണ് അവർ തിരികെ ഉന്നയിച്ചത്. ശ്രീ പണിക്കർ, സമരസമിതിയുടെ നേതാവായ ശ്രീ ചാല മോഹനൻ, ശ്രീ മോഹൻ വർഗീസ് എന്നിവരാണ് ചേരുന്നത്. ശ്രീ മോഹൻ വർഗീസ്, ഹർത്താൽ ജനാധിപത്യ അവകാശമാണ്, അത് നമുക്കത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് കണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ? എന്തിനു വേണ്ടിയാണോ ഹർത്താൽ നടത്തിയത്, അവിടെ ജനങ്ങളുടെ ഒരു അനുകമ്പയുണ്ടായിരുന്നു ആ സംഭവത്തിന്, ആ കുട്ടിയുടെ മരണത്തിൽ. പക്ഷേ തിരികെയല്ലേ കാര്യങ്ങൾ സംഭവിച്ചത്? ഇന്ന് അങ്ങനെയാണ് കരുതേണ്ടത്. ഒരു ഗുഡ്വിൽ ഉണ്ടായിരുന്നത് ബന്ധുകൊണ്ട് നഷ്ടപ്പെടുത്തി, ഭാഗികമായിട്ടെങ്കിലും. ന്യായമായൊരു കാര്യമാണ്. നിതിൻ രാജ് എന്ന ഡെന്റൽ വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ആ കൊലയ്ക്ക് കൊടുക്കപ്പെട്ടു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. അൺഫോർച്ചുനേറ്റ് കാര്യമാണ്. എൻറ്റയർ മീഡിയ, എൻറ്റയർ പബ്ലിക് എല്ലാവരും ആ ഒരു കോസിനോടൊപ്പമാണ്. അതായത് ഒരു ദളിത് വിദ്യാർത്ഥി, ദളിതെന്നല്ല ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി വിവേചനത്തിന് ഇരയാകുന്നുവെങ്കിൽ കേരളം ഒട്ടാകെ പ്രതിഷേധിക്കേണ്ടതാണ്. പ്രതിഷേധിക്കുകയും ചെയ്തു. പക്ഷേ അതിന് ഒരു ഹർത്താൽ നടത്തി ജനങ്ങളെ മുൾമുലയിലാക്കി വെച്ചിട്ട് യഥാർത്ഥത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഭരണഘടന മൗലികാവകാശങ്ങളിലൂടെ ആർട്ടിക്കിൾ 19 അനുസരിച്ച് നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിർബന്ധിതമായി തടഞ്ഞുകൊണ്ട്
നടത്തിയ ഒരു സമരാഭാസം അത് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തിരിച്ച് ഇവർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ടാവും. ഇതിനു മുൻപും ഹർത്താലുകൾ കേരളത്തിൽ നടന്നിട്ടുള്ളതാണല്ലോ, വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഹർത്താലിനോട് ജനങ്ങൾ സഹകരിച്ചിട്ടുള്ളതാണല്ലോ തുടങ്ങിയ ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് സമരസമിതിയുടെ ആളുകൾ. ഇവിടെ ഹർത്താൽ അനുകൂലികൾ എന്ന് പറയാം. ഇവിടെ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ കക്ഷികൾ ഹർത്താൽ കോൾ ഫോർ ചെയ്താലും ചില സംഘടനകൾ, ഇതിപ്പോൾ 52ഓളം ദളിത് സംഘടനകളാണ്, പിന്നെ ഒരു കൺസോർഷ്യമാണ്. ആ ഒരു കോസ് എന്ന് പറയുന്നത് ന്യായമാണ്. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അടിയന്തരമായി പതിയേണ്ടതുണ്ട്. നിതിൻ രാജിൻ്റെ കുടുംബത്തിന് ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട്. ഇതിന് പിന്നിലുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പോലീസിൻ്റെ ഭാഗത്ത് അനാസ്ഥയുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അതിനൊരു പൗര അവബോധമുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഹർത്താൽ. ഹർത്താലിൽ നിർബന്ധമായി കടയടക്കില്ല, നിർബന്ധമായി വാഹനങ്ങൾ തടയില്ല, നിർബന്ധമായി സഞ്ചാര സ്വാതന്ത്ര്യം ഗൺ പോയിന്റ് നിർത്തി തങ്ങൾ തടയില്ല എന്ന് ആവർത്തിച്ച് സമരസമിതിയുടെ ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നത് കേട്ടതാണ്, മാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്. പക്ഷേ അവസാനം നടന്നു വന്നപ്പോൾ ഹർത്താൽ വിജയിപ്പിക്കുക എന്നത് ഒരു അഭിമാന വിഷയമായി, ഒരു പോരാട്ട വിഷയമായി ഒക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ നിർബന്ധിതമായി അത് ഒരു ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ എന്ന നിലയിൽ വരികയാണ്. രാവിലത്തെ ഏതാനും മണിക്കൂറുകൾ, 2-3 മണിക്കൂറുകളിൽ അത് സംഭവിച്ചിരിക്കുന്നു. അതിനുശേഷം പിന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ ശാന്തമായിട്ടാണ് കാര്യങ്ങൾ പോയത്. പക്ഷേ ഹർത്താൽ വിജയിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സംഘടനകളുടെ, അത് ഔപചാരിക രാഷ്ട്രീയ കക്ഷികളായിക്കൊള്ളട്ടെ, മറ്റ് ചില ചിതറിയ സംഘടനകളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അത് വേർതിരിച്ച് കാണേണ്ടതില്ല. നോക്കൂ, ഹർത്താൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഗുജറാത്തി ഭാഷയിലും ഹിന്ദിയിലൊക്കെ പറയുന്ന ഹർ, എല്ലാവരും, താൽ സ്വമേധയാ, എല്ലാവരും ചേർന്ന് സ്വമേധയാ സമ്മർദ്ദരഹിതമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹർത്താൽ. ഒരു കോസിന് വേണ്ടി ഗാന്ധിയൻ സമരമുറയാണ് ഹർത്താൽ. പക്ഷേ ഇപ്പോഴത്തെ സമരത്തിന്റെ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് ആളുകൾക്ക് താല്പര്യമായിരുന്നു, താങ്കൾ പറഞ്ഞതുപോലെ. കാരണം നിതിൻ രാജിന്റെ മരണം അത് കേരള ജനതയെ ആകെ ബുദ്ധിമുട്ടിച്ച ഒരു കാര്യമാണ്. അവിടെ ആ കുട്ടിയുടെ കുടുംബത്തിന് നീതി വേണം എന്നുള്ളത് എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർത്താലിനെതിരെ പ്രതികരിച്ച ജനങ്ങൾ പോലും, തങ്ങൾ തടഞ്ഞു നിർത്തപ്പെട്ടപ്പോൾ എതിരെ പ്രതികരിച്ച ജനങ്ങൾ പോലും പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് യോജിപ്പാണുള്ളത്, പക്ഷേ എന്തിന് ഞങ്ങളെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നു? ഒന്നാമത് ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു ഇന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. KSRTC ബസ്സുകളിൽ മണിക്കൂറുകൾ ഇരിക്കേണ്ടി വന്നു തമ്പാനൂരിൽ പല ആളുകൾക്കും. പല സ്ഥലങ്ങളിലും ഇങ്ങനെയായിരുന്നു. ഒരു ക്യാൻസർ രോഗിയോട് പ്രതികരിക്കുന്നത് തിരുവല്ലയിൽ താങ്കളും കേട്ടതാണല്ലോ, ആ വിഷ്വൽ കണ്ടതാണല്ലോ. അവിടെ ഇന്നെന്തിനാണ് പോകുന്നത്, ഇന്നലെ പോയിക്കൂടായിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണാം. 10 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച അങ്ങനെ പറ്റുകാലത്ത് പുള്ളിക്ക് അങ്ങനെ വരാനായിട്ട് മരുന്നൊക്കെ ഉണ്ടോ, മരുന്ന് കഴിക്കാനുണ്ടോ അറിയാവോ? നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാടാകും കേട്ടോ. നിങ്ങൾ എന്ത് കാണിക്കണ? ഞാൻ ക്യാൻസർ പേഷ്യന്റ് രോഗി രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. രോഗം വന്നത് ചോദിച്ചിട്ടാണോ? ചോദിച്ചിട്ടാണോ നോട്ടീസ് അടിച്ചോണ്ട് രോഗം തന്നെ? ഇന്നലെ എനിക്ക് പോകാൻ പറ്റണ്ട, എന്റെ ശാരീരിക പ്രശ്നം എനിക്ക്. ഞാൻ 3 മണിക്ക് പോകുന്ന 6 മണിയിലെ ഹർത്താൽ 6 മണിക്കല്ലേ? ഹർത്താൽ പൊളിക്കണമെന്നാണ് നിനക്ക് നിർബന്ധം. ഞാൻ വരില്ല. ഞങ്ങൾ ജീവിക്കട്ടെ. വിടില്ല വിടില്ല വിടില്ല. നിങ്ങൾ ഇത്ര തർക്കിച്ചോണ്ട് വിടില്ല, മസിൽ പിടിച്ചോണ്ട് വിടില്ല. ഇത് തിരുവല്ലയിൽ കണ്ടതാണ് ഈ ഒരു ദൃശ്യം. ശ്രീ ചാലമോഹനൻ കൂടി ചേരുകയാണ്. അദ്ദേഹം സമരസമിതിയുടെ നേതാവാണ്. ശ്രീ ചാലമോഹനൻ, ഇത് ഒഴിവാക്കാമായിരുന്നു, ഇത്തരം കാര്യങ്ങൾ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് പലയിടങ്ങളിലും. നിങ്ങളുടെ ഇന്നത്തെ സമരത്തിൻ്റെ അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ആവശ്യം, അതിനെ ആളുകൾ അംഗീകരിച്ചതാണ്. കാരണം ആർക്കും അതിനെ എതിർക്കാൻ കഴിയുകയില്ല, നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് ആ കാര്യം. പക്ഷേ എന്തിനാണ് ജനങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഈ സമരമാർഗം ഇന്ന് സ്വീകരിച്ചത്? അല്ല, ഞങ്ങളങ്ങനെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തടയുന്നതിന് വേണ്ടി ഉദ്ദേശിച്ചല്ല ശരിക്കും ഹർത്താൽ ഉദ്ദേശിച്ചത്, ഹർത്താൽ നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ ഈ ഹർത്താൽ എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്നത്, ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഹർത്താൽ അതൊരു ബന്ദ് പോലെ പ്രതീതിയാണ് വരുന്നത്. കേരളത്തിൽ ബന്ദ് നിരോധിച്ചൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ ബന്ദ് നിരോധിക്കുന്ന സമയത്ത് അവസാനം നടത്തിയ ബന്ദ് അന്ന് പട്ടികജാതിക്കാരുടെ ഒരു ബന്ദാണ്. ആ ബന്ദിന് ശേഷമാണ് കേരളത്തിൽ ബന്ദ് നിരോധിച്ചത്. ആ ബന്ദാണ് പിന്നീട് അത് ഹർത്താലായി മാറിയത്.
ഹർത്താൽ എന്ന് പറയുമ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ നിലവിലെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിതിൻ രാജിൻ്റെ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല. മറ്റൊന്ന്, ആ പ്രതി എന്ന് പറയുന്ന ഈ റാം അദ്ദേഹം കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജാതി സർട്ടിഫിക്കറ്റ്, അദ്ദേഹം SC ആണെന്നുള്ള തെറ്റായ ഒരു സർട്ടിഫിക്കറ്റ് കോടതി കാണിക്കുകയും കോടതി അത് മനസ്സിലാക്കുകയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് SC അല്ല, ഇദ്ദേഹം ആന്ധ്രയിലെ OBC വിഭാഗത്തിൽപ്പെട്ടത് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ല. പക്ഷേ കേരള പോലീസ് കണ്ണൂർ SP ചെയ്തത് ഈ പ്രതികളെ നിയമപരമായി അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ഉത്തർപ്രദേശിലെ നോയിഡയിൽ പോയി അതിവിദഗ്ധമായി 3 പ്രതികളെ അവർ സൃഷ്ടിച്ചെടുത്തിട്ട് ഇതിൽ ചില പ്രതികളെ മാറ്റുന്ന രീതി, അതായത് അവരെ പ്രതികളാക്കാനും ഈ അധ്യാപകരെ രക്ഷപ്പെടുത്താനുള്ളൊരു ശ്രമം നടന്നപ്പോൾ ആ കുടുംബത്തിന് നീതി കിട്ടാതെ വന്നു. ആ നീതി കിട്ടാതെ വരുമ്പോൾ ഇവിടെ വാളയാർ കേസായിരുന്നാലും ബിന്ദുവിൻ്റെ കേസായിരുന്നാലും ഇത്തരം കേസുകൾ, മധുവിൻ്റെ കേസായാലും ഇത്തരം കേസുകളൊക്കെ സ്വാഭാവികമായി ഈ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം രാജ്യത്തുണ്ടെങ്കിലും പക്ഷേ ഈ കേസുകൾ എല്ലാം അട്ടിമറിക്കപ്പെടുന്നു. അതേപോലെ തന്നെ നിതിൻ രാജിൻ്റെ കേസും ഈ സർക്കാരിൻ്റെ ഒരു ഗൂഢാലോചന, ഒരു പക്ഷേ ഈ പോലീസിൻ്റെ അന്വേഷണ വീഴ്ചകളോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ എന്നുള്ളത് കൊണ്ട് ആ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് സാധാരണ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും നടത്തും പോലെ ഒരു ഹർത്താൽ നമ്മളും നടത്തി. ഈ ഹർത്താൽ എന്ന് പറയുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേയധികം ജനങ്ങളുണ്ടാവും. ആ ജനങ്ങളുടെ ഒരു പക്ഷേ അവർ പ്രതികരിക്കുന്ന രീതി അവരുടെ ഉള്ളിലുള്ള അമർഷമായിരിക്കും. ആ അമർഷം ഒരു പക്ഷേ സാധാരണ ജനങ്ങളുടെ യാത്രയ്ക്കും ജീവിതത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് ശ്രീ മോഹനൻ. കാരണം ഇത് ശരിയാണ്, താങ്കൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളോടെല്ലാം സമ്മതിക്കുന്നു. ആ കുടുംബത്തിന് നീതി കിട്ടണമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് നിതിൻ രാജിൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ ജനങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള സമരം വേണ്ട, തൻ്റെ മകന് നീതി കിട്ടുവാൻ എന്നുള്ളതാണ്. അത് നിങ്ങൾക്കുള്ള ഒരു മറുപടിയാണ്. നിങ്ങളിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നേതൃത്വം പരാജയപ്പെട്ടു. ഈ സമരത്തിന് ആഹ്വാനം ചെയ്ത 52ഓളം സംഘടനകളുണ്ടല്ലോ, അവർ ഇതിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ്. അതായത് ജനം ഇന്ന് അനുഭവിക്കേണ്ടതെല്ലാം പോലീസ് ജനങ്ങൾക്ക് പിന്തുണ നൽകിയില്ല. നിങ്ങളെ ഒരിടത്തും തന്നെ തടയാൻ പോലീസ് എത്തിയിരുന്നുമില്ല. അത് കണ്ടതാണ് ദൃശ്യങ്ങളിൽ നിന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ നിങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കാമായിരുന്നു പലയിടങ്ങളിൽ നിന്നും. പക്ഷേ ഒരിടത്തും അത് കണ്ടതുമില്ല, പോലീസ് നോക്കിയിരുന്നു. പിന്നെയുള്ളത് ഈ സർക്കാരിന് മുന്നിൽ ഇങ്ങനെയൊരു സമരം നടത്തി, ഇങ്ങനെയൊരു ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്ത് നേടാനാണ് എന്ന കാര്യമുണ്ട്. സർക്കാർ ഏത് ഘട്ടത്തിലാണ് നിൽക്കുന്നത് താങ്കൾക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് ഫലം അറിയാനിരിക്കുന്ന ഒരു സമയമാണ്. സർക്കാരിനും ഇതിൽ വലിയ താല്പര്യം ഉണ്ടാവുകയില്ല. എങ്ങനെയെങ്കിലും നടക്കട്ടെ ആ ഹർത്താൽ എന്ന രീതിയിലാണ് സർക്കാരും കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ബുദ്ധിമുട്ടിയ മുഴുവൻ ജനങ്ങളാണ്. അല്ല, ഈ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ട വിഷുവിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പല സ്ഥലത്തും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഇതെങ്ങനെയാണ് പിന്നെ ഈ ജനത പ്രതിഷേധിക്കേണ്ടത്? അപ്പോൾ പ്രതിഷേധിക്കുന്ന സാഹചര്യം കേരളം മൊത്തമുള്ളൊരു ഹർത്താലാണ്, പ്രഖ്യാപിച്ച ഹർത്താലാണ്. ഈ ഹർത്താലാണെന്ന് അറിഞ്ഞിട്ടും ജനങ്ങൾ അതിൽ കുറച്ചുപേര് സഹകരിച്ചു, ബഹുഭൂരിപക്ഷ പേരും സഹകരിച്ചില്ലേ. എന്തുകൊണ്ടും ഇത് പട്ടികജാതിക്കാർ നടത്തുന്ന ഹർത്താലാണ്, ഈ ഹർത്താലിനോട് നമുക്ക് യോജിക്കേണ്ട കാര്യമില്ല എന്നൊരു ചിന്ത ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടോ ശ്രീ ചാലമോഹനൻ? കാരണം ഈ പറയുന്ന എതിർക്കുന്നവർ പോലും നിങ്ങളുടെ ആവശ്യത്തെ അംഗീകരിക്കുന്ന ആളുകളാണ്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ്. ഇന്ന് ഒന്നാമത്തെ കാര്യം ഭയങ്കര ചൂടാണ്. തമ്പാനൂരൊക്കെ കണ്ടല്ലോ, എത്ര നേരമാണ് ആ ബസ്സുകളിൽ അവരെ തടഞ്ഞു നിർത്തിയത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. സമരക്കാർ ഇടപെട്ട് ആ ബസ്സുകൾ വിടാൻ അനുവദിക്കാമായിരുന്നു. കാരണം അവർക്ക് വേറെ മാർഗമില്ല. ശ്രീ ചാലമോഹനൻ, ഇപ്പോൾ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ചെയ്യാറുണ്ട്, അതിനോട് ജനം സഹകരിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു രക്ഷപ്പെടുവാൻ കഴിയും ഈ ഘട്ടത്തിൽ? അല്ല, അത് ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ പോലീസ് ഹർത്താൽ നടത്തി അല്ലെങ്കിൽ ഈ പ്രവർത്തകരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ആദ്യമേ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞങ്ങളും ഈ അറസ്റ്റ് ആദ്യമേ ചെയ്യും എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നു. രാവിലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അറസ്റ്റ് വരിച്ച് അതിൻ്റെ പ്രതിഷേധമായി ഞങ്ങൾ ക്യാമ്പുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകും, ആ ചിന്തയായിരുന്നു ഞങ്ങൾക്കുണ്ടായത്. പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ പോലീസ് അത്തരത്തിലൊരു അറസ്റ്റിന് വേണ്ടി ശ്രമിക്കാതെ ജനങ്ങളെ കൂടുതൽ ഈ ഹർത്താൽ നടത്തിപ്പുകാരെയും അല്ല ഹർത്താലിനെതിരെയും ജനങ്ങളെ കൊണ്ട് പ്രതിഷേധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഭാഗം ചെയ്യാതെ വരുമ്പോൾ
ഈ ഹർത്താൽ നടത്തിയ ഞങ്ങളെല്ലാം അവിടെ തന്നെ നിന്നു. പക്ഷേ അപ്പോൾ തിരിച്ചായിരുന്നുവെങ്കിൽ നിങ്ങൾ ഹർത്താലിനെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തി എന്ന് പറയില്ലേ? തീർച്ചയായിട്ടും അത് ശാരീരികമായി മർദ്ദിച്ചാൽ മാത്രമേ പറയുള്ളൂ. എന്നാൽ ഇപ്പോൾ തമ്പാനൂരെ സംബന്ധിച്ചോളം അവിടെ ആ ഫോർട്ട് AC അദ്ദേഹം വന്നു എല്ലാവരെയും പിടിച്ചൊക്കെ മാറ്റി തള്ളി, ഇവിടെ ഇരിക്കാൻ പറ്റില്ല, ബലം പ്രയോഗിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുമായി ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായി. പക്ഷേ അദ്ദേഹം പിന്നെ പെട്ടെന്ന് എന്തോ അദ്ദേഹത്തിന് സന്ദേശം കിട്ടി, അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്നു. അപ്പോൾ ജനങ്ങളെ കൊണ്ട് ഹർത്താലിനെതിരെ സംസാരിക്കാൻ വേണ്ടിയും പോലീസും ശ്രമിച്ചു എന്നുള്ളതാണ്. ശരി, ശ്രീജിത്ത് പണിക്കർ, രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ പ്രസക്തമാണ്. ഒന്ന്, ഇതൊരു ദളിത് സമരമാണ് എന്ന് കണ്ടുകൊണ്ട് ജനങ്ങൾ അതിനോട് മുഖം തിരിച്ചു നിന്നു, സമരത്തോട് സഹകരിച്ചില്ല. പിന്നെയുള്ളത്, പോലീസ് മനഃപൂർവ്വം ഈ ജനങ്ങളെ ഈ സമരക്കാർക്കെതിരെ തിരിക്കുവാൻ വേണ്ടി കൈയും കെട്ടി നോക്കി നിന്നു. നോക്കൂ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിൽ ഒന്നാമതൊരു വസ്തുതാപരമായിട്ടുള്ള പിശകുണ്ട്. അദ്ദേഹം പറയുന്നത് പോലെ ആ സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിന്റെ ജാതി വ്യത്യസ്തമാണ് എന്ന രീതിയിലത്തേക്ക് കോടതി കണ്ടതുകൊണ്ടല്ല അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചത്. അത് പലരും തെറ്റായിട്ട് കോട്ട് ചെയ്തതാണ്. കാരണം ആ വിധി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വിധിയിൽ നിതിൻ രാജിന്റെ അച്ഛന്റെ ഭാഗം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം അതേപോലെ കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആർഗ്യുമെന്റാണ്, അദ്ദേഹത്തിനെ പ്രതിനിധീകരിച്ചിരിക്കുന്ന വക്കീലിന്റെ വാദമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ കോടതി പറയുകയല്ല ഇയാളുടെ ജാതി വേറൊന്നാണ് എന്ന്. അത് ഈ കേസിന്റെ ആർഗ്യുമെന്റ് സ്റ്റേജിൽ പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഡോക്ടർ റാം എന്ന് പറയുന്ന അവിടുത്തെ HODയെ ജാമ്യം നൽകുന്നില്ല എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വസ്തുതാപരമായി തെറ്റാണ്, ശ്രീ ചാലമോഹനൻ പറഞ്ഞിരിക്കുന്ന കാര്യം. രണ്ട്, ഇന്ന് നടന്നിരിക്കുന്നത് സത്യത്തിൽ സോളിഡാരിറ്റി പ്രഖ്യാപനമല്ല, മറിച്ച് തികഞ്ഞ അർത്ഥത്തിലെ സാഡിസമാണ്. ഹർത്താലിന്റെ പേരിൽ മനുഷ്യന്റെ പൊതുവഴിയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ, വാഹന ഗതാഗതത്തിനെ, ഓഫീസിന്റെയും കടകളുടെയും പ്രവർത്തനത്തിനെ തടയുന്ന ആൾക്കാരെ ഹർത്താൽ അനുകൂലികൾ എന്നല്ല, ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. അക്രമം നടത്തുന്നതിന് വേണ്ടി ഒരു ഹർത്താലിൽ ഒരാൾക്കും നമ്മുടെ നാട്ടിൽ അധികാരം നൽകുന്നില്ല. അത് നിയമങ്ങളോ ഭരണഘടനയോ കോടതിയോ നൽകുന്നില്ല. അങ്ങനെ ആരുടെയെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യമോ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട അവരുടെ ഉപജീവന മാർഗത്തിനെ തടയുന്ന പ്രവൃത്തി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ നടന്നിരിക്കുന്നതിന് തെമ്മാടിത്തരം എന്നാണ് പറയേണ്ടത്. അത് ചെയ്യുന്ന ആൾക്കാരെ ഗുണ്ടകൾ എന്നാണ് വിളിക്കേണ്ടത്. രോഗികളായിട്ടുള്ള നിരവധി മനുഷ്യർക്കാണ് ഇന്ന് നീതി നിഷേധിക്കപ്പെട്ടത്. വിദ്യാർത്ഥികളായിട്ടുള്ള നിരവധി പേർക്കാണ് ഇന്ന് വെല്ലൂർ സർവകലാശാലയുടെ എൻട്രൻസ് പരീക്ഷകൾക്കുൾപ്പെടെയുള്ള അവസരം നിഷേധിക്കപ്പെട്ടത്. അത് ഗുരുതരമായൊരു കാര്യമാണ്. ഈ കുട്ടികൾ എന്ത് പിഴച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കരഞ്ഞപേക്ഷിച്ചിട്ടും അവരെ പലയിടത്തും പോകാൻ അനുവദിച്ചില്ല. എക്സാക്ട്ലി. അക്രമം നടത്തിയിരിക്കുന്ന ഗുണ്ടകൾക്ക് അത് മനസ്സിലാവില്ല എങ്കിലും രോഗികളുടെയും വിദ്യാർത്ഥികളുടെയും മനോവിഷമം നിതിൻ രാജിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന തെമ്മാടിത്തമൊക്കെ നിതിൻ രാജ് എന്ന് പറയുന്ന വ്യക്തിപരമായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഈ തെമ്മാടിത്തം അഴിച്ചുവിട്ടിരിക്കുന്ന ആൾക്കാർ സ്വയം ചിന്തിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ക്യാൻസർ രോഗി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പോകണമെങ്കിൽ നാട്ടിലെ ഒരു ഗുണ്ടയുടെ അനുമതി വാങ്ങണം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള നിയമമാണ്? ഷോ കാണിച്ചാൽ ആശുപത്രിയിൽ പോകാൻ അനുവദിക്കില്ലെന്ന് പറയാൻ ആ പറയുന്നവന്റെ പിതാശ്രീ വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലത്തല്ല റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള മറുപടി. അതിനപ്പുറത്തേക്ക് മാന്യമായിട്ട് അങ്ങനെ തെമ്മാടിത്തം കാണിക്കുന്ന ഗുണ്ടകളോട് സംസാരിക്കാൻ കഴിയില്ല. ഏറ്റവും ലിമിറ്റഡ് പോയിന്റാണ് ഞാൻ പറയുന്നത്. ഹർത്താൽ ഗുണ്ടകളെ ശരിയായി കൈകാര്യം ചെയ്തിരിക്കുന്ന കണിയാപുരത്തെയോ മറ്റോ പോലീസുണ്ട്. അവരാണ് സത്യത്തിൽ നമ്മുടെ സാഷ്ടാംഗമുള്ള ഒരു പ്രണമിക്കൽ അവർ വാങ്ങേണ്ടത്. നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രണാമം അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെയുള്ള ഈ അക്രമം ഉണ്ടാക്കാൻ വന്ന, വഴി തടയാൻ വന്നിരിക്കുന്ന പല ആൾക്കാരെയും അവരവിടെ നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു തരത്തിലുള്ള കരുതലും മര്യാദയും ഒന്നും കൊടുക്കാതെ അവരെ തള്ളി മാറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസ് സത്യത്തിൽ പ്രവർത്തിക്കേണ്ടത്. തിരുവല്ലയിൽ ഈ ക്യാൻസർ രോഗിയെ അവിടെ ഇത്രയും ആർഗ്യുമെന്റിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. അതിനുള്ള അവസരം ഉണ്ടാക്കരുതായിരുന്നു പോലീസ്, അല്ലേ? എക്സാക്ട്ലി. നോക്കൂ, നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ കൂടാതെ ദിവസവേതനക്കാരായിട്ടുള്ള ആൾക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പെരുമാറ്റത്തിനെ നമുക്ക് എങ്ങനെയാണ് ഇന്നത്തെ ദിവസം വൈകുന്നേരം വന്നിരുന്നിട്ട് നീതീകരിക്കാനായിട്ട് കഴിയുന്നത്? ഒരൊറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. ഇന്ന് നടന്നിരിക്കുന്ന അക്രമ സംഭവങ്ങളിൽ ഹൈക്കോടതി സ്വമേധയാ കേസ് എടുക്കുന്നതിന്റെ സാഹചര്യം എന്താണ്? അത്രത്തോളം അക്രമം ഇതിൽ നടന്നു എന്നതുകൊണ്ടാണ്. സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹർത്താൽ നടത്തിയതെന്ന് ആലോചിച്ച് നോക്കൂ. നിതിൻ രാജിന്റെ മരണത്തിൽ നീതിപൂർവമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. റൂൾ ഓഫ് ലോ അവിടെ കൃത്യമായിട്ട് നടപ്പാക്കണം. ഇതാണ് ആവശ്യം. സമാധാനപരമായിരിക്കും ഈ ഹർത്താൽ എന്ന് പറഞ്ഞിരുന്നത് ആരാണ്? സമരസമിതിയല്ലേ. അവശ്യ സർവീസുകളെ ബാധിക്കില്ല എന്ന് പറഞ്ഞത് ആരാണ്? സമരസമിതിയല്ലേ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ തടസ്സപ്പെടുത്തില്ല എന്നും വാഹന ഗതാഗതത്തിനെ തടസ്സപ്പെടുത്തില്ല എന്നും പറഞ്ഞത് ആരാണ്? സമരസമിതിയല്ലേ. എന്നിട്ട് ഇന്ന് കാണിച്ചത് എന്താണ്? ആർക്കാണ് ഇന്ന് കാണിച്ചിരിക്കുന്ന തെമ്മാടിത്തരത്തിന്റെ ഒക്കെ ഉത്തരവാദിത്വം? മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഇല്ലാതെയാക്കി
രോഗികളോട് പോലും കരുണയില്ലാതെ പെരുമാറാനായിട്ട് ഇക്കൂട്ടർക്ക് എങ്ങനെയാണ് കഴിയുക എന്നുള്ള ചോദ്യമുണ്ട്. ചാലമോഹൻ ആ രണ്ട് ചോദ്യം കാര്യങ്ങൾ ചോദിക്കുന്ന പറഞ്ഞു. സമയത്ത് ഞാനതാണ് താങ്കളോട് മഞ്ജുഷ്, ചോദിച്ചത്, ആ രണ്ട് കാര്യങ്ങളെയും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന്, ഈ ദളിത് സമരമായതുകൊണ്ട് ജനങ്ങൾ മുഖം തിരിച്ചു, അവർ സഹകരിച്ചില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പിന്നെയുള്ളത് പോലീസ് അങ്ങനെയല്ല. നോക്കി നിന്ന് ജനങ്ങളെ സമരക്കാർക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയല്ല. നോക്കൂ, ഇന്ന് വഴിയിൽ തടസ്സപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക്, ചികിത്സ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന രോഗികൾക്ക്, പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്ക് നിതിൻ രാജിനോട് ഒരു വിരോധവുമില്ല. നിതിൻ രാജിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീതി കിട്ടണം എന്നുള്ള താല്പര്യം മാത്രമാണ് അവർക്കുള്ളത്. നിതിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിനോടൊപ്പമാണ് അവര്. പക്ഷെ അവർക്ക് നിങ്ങൾ മറുപടിയായിട്ട് ഇന്ന് എന്താ കൊടുത്തത്? അവരങ്ങനെ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്തയുള്ള ആൾക്കാർ, ഇന്ന് പ്രതിഷേധിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞില്ലേ നിങ്ങളുടെ കോസിനൊപ്പമാണ്. പക്ഷെ അത് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ തടസ്സപ്പെടുത്തിയിട്ടാണോ? കീമോതെറാപ്പിക്ക് ഒരാളിന് ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഹർത്താൽ നോക്കിയിട്ടാണോ ഒരു സർക്കാർ സംവിധാനത്തിൽ അത് ചെയ്യേണ്ടത്? ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരീക്ഷ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹർത്താലിന്റെ ഡേറ്റ് നോക്കിയിട്ടാണോ ആ പരീക്ഷ മാറ്റിവെക്കേണ്ടത്? അത് രാജ്യവ്യാപകമായിട്ട് പല സംസ്ഥാനങ്ങളിൽ നടത്തുന്ന പരീക്ഷയാണ്. അപ്പോൾ നിങ്ങളുടെ കോസിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ ശത്രുക്കളായി കണ്ട് അവരെ കൂടി ഈ കോസിൽ നിന്ന് അകറ്റുന്ന തരത്തിലുള്ള ഗുണ്ടായിസം നടത്തിയതിനു ശേഷം ഞങ്ങൾ ദളിത് വിഭാഗത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് ഇവിടെ സഹകരിച്ചില്ല എന്നല്ല പറയേണ്ടത്. മുമ്പ് ശ്രീ എളവനം കരീം ആഹ്വാനം ചെയ്തിട്ട് CPM നടത്തിയിരുന്ന വലിയ അക്രമങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഹർത്താലുണ്ട്. ആ സമയത്തും നിങ്ങൾ പഴയ വീഡിയോ ഒക്കെ കിട്ടും. അപ്പൊ ഇന്ന് ഹർത്താൽ നടത്തിയിരിക്കുന്ന സമരസമിതി ആൾക്കാർ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനൊക്കെ പറയുന്ന അഭിപ്രായം ഇത് തന്നെയാണ്. നേതാക്കൾ നടത്തിയ സമരത്തിനെ ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നേരിട്ടതാണ്. എക്സാക്ട്ലി. ഒന്ന് ആലോചിച്ച് നോക്കൂ, KSUവിന്റെയോ എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിന്റെയോ മറ്റോ ഒരു സമരത്തിനെ, റോഡ് തടഞ്ഞിട്ടുള്ള ഒരു സമരത്തിനെ നടൻ ജോജു ജോർജ് വന്ന് എതിർത്ത് വലിയൊരു വിഷയം ഉണ്ടായിരുന്ന സമയത്ത് ജോജു ജോർജിനെ ആ തടയാനുള്ള, അതായത് തനിക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിനൊപ്പം നിന്നിരുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞത് ഇന്നത്തെ ദുരനുഭവം ഉണ്ടായിരിക്കുന്ന ആൾക്കാർക്ക്, ഇന്ന് ഒരു എൻട്രൻസിന് അവസരം നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക്, ഇന്നൊരു കീമോതെറാപ്പിയുടെ അവസരം നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ആക്ഷൻ കൗൺസിലിനെ പറ്റി ഇനി കേൾക്കുമ്പോൾ എന്ത് തരത്തിലുള്ള വികാരമാണ് ഉണ്ടാകുന്നത്? ശ്രീ ചാലമോഹൻ, ഇതിനുള്ള മറുപടി എന്താണ്? കാരണം നിങ്ങളോട് ആർക്കൊക്കെ അനുകമ്പ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നവരായിരുന്നു ജനത, അവർക്ക് ഇപ്പോൾ നിങ്ങൾക്കെതിരെ തിരിയാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. അവർ മടുത്തു ഇന്നത്തെ ഈ ഹർത്താലിൽ. ഈ ഹർത്താൽ സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾ കടുക്കുമ്പോൾ അത് ഹർത്താലാവുക, പ്രഖ്യാപിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ്. ആ കൂട്ടത്തിൽ അതുപോലൊരു ഹർത്താൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അല്ലാതെ സാധാരണ രോഗികളെയോ അല്ലെങ്കിൽ പരീക്ഷ പോകുന്ന കുട്ടികളെയോ അവരുടെ ജീവിതമാർഗങ്ങളെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ അല്ല ഈ ഹർത്താൽ. പക്ഷേ ഇപ്പോൾ ശ്രീജിത്ത് പണിക്കർ പറയും പോലെ ഈ ഹർത്താൽ നടത്തിയവരെല്ലാം ഗുണ്ടകളെന്ന് പറയാൻ പറ്റില്ല. അക്രമങ്ങൾ ഉണ്ടായി എന്നുള്ളത് വസ്തുവാണ്. പക്ഷെ അതൊരു ആക്ഷേപമാണ്. ശ്രീജിത്ത് പണിക്കർ ഹർത്താൽ നടത്തിയവരെയല്ല, ഹർത്താലിൽ അക്രമം നടത്തിയിരിക്കുന്ന ആൾക്കാരെ ഗുണ്ടകളെന്ന് 3 വട്ടം പറയും, അല്ലെങ്കിൽ 100 വട്ടം പറയും. സമാധാനപരമായിട്ട് ഹർത്താൽ നടത്തിയിരുന്നവരെ അല്ല പറഞ്ഞത്, അക്രമം നടത്തിയ ആൾക്കാരെ, വഴി തടഞ്ഞ ആൾക്കാരെ എന്ന് തന്നെയാണ്. അതിലൊരു റിഗ്രറ്റും ഇല്ല. അങ്ങനെ കാണിക്കുന്നവർ ഗുണ്ടായിസമാണ് കാണിക്കുന്നത്, തെമ്മാടിത്തരമാണ്. അത് കാണിക്കുന്ന ആൾക്കാർ ഗുണ്ടകളാണ്, സംശയമില്ല. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വഴി തടയുന്നത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ഷോ കാണിച്ച് അങ്ങനെ ആശുപത്രി പോകണ്ടെന്ന് തീരുമാനിക്കുന്നത്? അവനാണോ തീരുമാനിക്കുന്നത് ഇന്ന് ആരൊക്കെ ആശുപത്രി പോകണം, ആരൊക്കെ പരീക്ഷ എഴുതണമെന്ന്? അതിനുള്ള അവകാശമൊന്നുമില്ല. ഹർത്താൽ സമാധാനപരമായിട്ട് പറയാം. നിങ്ങളാണ് പറഞ്ഞത് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം തടയില്ല, അവശ്യ സർവീസുകൾ തടയില്ല എന്ന് പറഞ്ഞത് നിങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ രായ്ക്ക് രാമാനം ആ തീരുമാനം മാറ്റുകയും ഇവിടെയുള്ള ആൾക്കാരെ വഴി തടയുകയും ചെയ്യാൻ ഏത് നിയമത്തിലാണെന്ന് പറഞ്ഞിട്ടൊക്കെ പോയാൽ മതി. അങ്ങനെയാണെങ്കിൽ സമ്മതിച്ചു. ഏത് നിയമമാണ് ഹർത്താൽ നടത്തുന്ന ആൾക്കാർക്ക് വഴി തടയാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള അനുമതി നൽകുന്നത്? ഒന്നുമില്ല. അതിനാണ് ഗുണ്ടായിസം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ആർട്ടിക്കിൾ 21 അനുസരിച്ച് മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ല ശ്രീ ചാലമോഹനൻ, ഇന്നത്തെ ദിവസം കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ഡേറ്റ് സ്കിപ്പായി കഴിഞ്ഞാൽ, ഡയാലിസിന് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ ഡേറ്റ് സ്കിപ്പായി പോയി കഴിഞ്ഞാൽ അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന വ്യഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നിങ്ങളുടെ പ്രശ്നമാണ്, മറ്റുള്ളവരുടെ പ്രശ്നമല്ലത്. ന്യായീകരിക്കുന്നു. എന്നിട്ട് ന്യായീകരിക്കുകയല്ല, താങ്കളുടെ ഭാഷ്യത്തിൽ ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. താങ്കൾ പറയുന്നതിനോട് താങ്കളുടെ അഭിപ്രായങ്ങൾ വളരെ കാലം ഈ ചാനലൊക്കെ കാണുന്ന ഒരാളാണ്. പക്ഷേ താങ്കൾ ഇത്രയും തരംതാഴ്ന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഇതിൽ തരംതാഴ്ന്നൊന്നുമില്ല. വഴി തടഞ്ഞിരിക്കുന്ന ഒരു ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകണമെന്ന് പറയുന്ന ക്യാൻസർ രോഗിയോട് നീ ഷോ കാണിച്ചിട്ട് അങ്ങനെ പോകണ്ട എന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടിത്തമാണ്. അങ്ങനെ പറയുന്നത് ഗുണ്ടായിസമാണ്. അത് ആ രീതിയിൽ താങ്കൾക്കും കാണാവുന്നതാണല്ലോ. അങ്ങനെ ഒരു സമരസമിതി നേതാവിനെ എന്തിനാണ് ഈ സമരത്തിൽ പങ്കെടുപ്പിക്കുന്നത്? അത് അയാളെ ന്യായീകരിക്കുന്നില്ല.
അല്ല അത്തരത്തിൽ നിങ്ങളുടെ സമരസമിതിയുടെ സംയുക്ത കൺവീനർ ശ്രീ സണ്ണി കവിക്കാട് അതിനെ ന്യായീകരിക്കുന്നില്ലല്ലോ. അല്ല അത്തരത്തിലൊരു വിഷയം ഉണ്ടായെങ്കിൽ അതിനെ ഖേദം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഉണ്ടായ സംഭവങ്ങളിൽ ഒരിക്കലും ഹർത്താൽ നടത്തുന്നവർ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഒരു നിർദ്ദേശമോ പരിശീലന ക്ലാസ്സോ കൊടുത്തിട്ടല്ല ഹർത്താൽ നടത്തുന്നത്. അപ്പോൾ ഹർത്താലിലൊക്കെ ഉണ്ടാവാം. ഹർത്താൽ എന്തുകൊണ്ട് കോടതി നിരോധിക്കുന്നില്ല? ഉണ്ടാവാമെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. ഇതിന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. ജനങ്ങൾ സഹിച്ചോണം. ഹർത്താലിന് കോടതി അനുകൂലമല്ല. കോടതി ഇന്ന് സ്വമേധയാ കേസ് കൊടുത്തതിനാണ് ശ്രീ ചാലമോഹനൻ. നിങ്ങൾ സമാധാനപരമായിട്ട് ഹർത്താൽ നടത്തുന്നതാണ്. കോടതി ഇത് നിരോധിക്കട്ടെ, കോടതി നിരോധിക്കണം. അപ്പോ ഈ രീതിയിലത്തേക്ക് നിർബന്ധിതമായിട്ട് ആൾക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെ തടഞ്ഞും നിർബന്ധിതമായി കടയടയ്ക്കാനും പറഞ്ഞിട്ടുള്ള ഹർത്താലിനെ നേരത്തെ നിരോധിച്ചതാണ്. ആൾക്കാർ സ്വമേധയാ ചെയ്യുന്നെങ്കിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് കേസെടുത്തത്. ചാലമോഹനൻ നൽകുന്ന വിശദീകരണം ഇത് സ്വമേധയാ ആളുകൾ ഏറ്റെടുക്കാത്തത് ഇത് ഒരു ദളിത് സമരമായതുകൊണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ശ്രീ ചാലമോഹൻ? എന്ത് സൂചകത്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ആ ഒരു വാദം ഉന്നയിക്കുന്നത്? ഞങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം തമ്പാനൂർ ഒരു 50 പേരെ 60 പേരൊക്കെ രാവിലെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഒരു 10 പേര് കൂടെ വന്നോളും, അത്ര ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പ്രധാന റോഡുകളിലുള്ള കടകൾ പലരും തുറന്നിരുന്നു. പിന്നീട് ഈ ചിലരത് പോയി അടപ്പിച്ചു. പക്ഷേ വ്യാപകമായി സിറ്റിയിലെ എല്ലാ ഭാഗത്തും പോയി കടകൾ നിർബന്ധിച്ച് അടപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആരെയും വിട്ടിട്ടില്ല. ആ സമരത്തിൻ്റെ ഭാഗമായി സമരം പോകുന്ന വഴിയിലുള്ള കടകൾ മാത്രമേ അത് കുറച്ച് ചിലർ പോയി അടപ്പിച്ചുള്ളൂ. പക്ഷേ ഞങ്ങളവിടെ ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ഈ ഹർത്താൽ ഞങ്ങൾ റോഡിലൂടെ പ്രതിഷേധം നടത്തിക്കൊണ്ട് പോകുമ്പോൾ വന്ന വാഹനങ്ങൾ ഒരു സൈഡ് വഴി ഞങ്ങൾ വിട്ടിട്ടുണ്ട്. അത് വിഷ്വൽ നോക്കിയാൽ അത് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ഹർത്താലിനെ താങ്കളെപ്പോലെ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ഞാൻ ചോദിക്കട്ടെ, ഈ ഹർത്താൽ എന്ന് പറയുമ്പോൾ അതൊരു പ്രതിഷേധം തന്നെയാണ്. ആ ഹർത്താലിൻ്റെ ഭാഗത്ത് നിന്ന് പല അനിഷ്ട സംഭവങ്ങളും പല ജില്ലകളും പല സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഖേദം പ്രകടിപ്പിക്കുന്നു. അതിൽ നമുക്ക് വിഷമമുണ്ട്, കാര്യം സാധാരണക്കാരാണ്. പക്ഷേ ഇതെന്തുകൊണ്ട് ഹർത്താലിലേക്ക് എത്തി? ഈ കേരളത്തിൽ നടന്ന എല്ലാ പട്ടികജാതി കേസുകളും പോലീസും ഗവൺമെൻറ്റും ഇതുവരെ അട്ടിമറിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതും ആ രീതിക്ക് അട്ടിമറിക്കുമെന്നൊരു ചിന്ത ഞങ്ങളിലുണ്ടായി. അതാണ് ഞങ്ങൾ ഹർത്താലിലേക്ക് പ്രേരിപ്പിച്ചത്. ശരി, ശ്രീ മോഹൻ വർഗീസ്, ആ കോഴ്സിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ വളരെ നിരാശയോടുകൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. കാരണം ഒരു ജെനുവിൻ കോസാണ്. ന്യായം ലഭിക്കണം. നിതിൻ രാജിൻ്റെ കുടുംബത്തിന് ന്യായം ലഭിച്ചേ പറ്റൂ. ഇവിടെ നിയമവാഴ്ച മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. നിതിൻ രാജിന് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് വ്യവസ്ഥാപിതമായ ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ടല്ല അത് അന്വേഷണം നടത്തിയതെങ്കിൽ പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന്, ആ കുടുംബത്തിന് നീതി ലഭിക്കാതിരുന്നത് എങ്കിൽ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ദളിത് സംഘടനകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയ്ക്ക് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്യാനും ഹർത്താലുമായി മുന്നോട്ട് പോകാനും അവകാശമുണ്ട്. ഹർത്താൽ കോടതി നിരോധിച്ചിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഹർത്താലല്ല, ഇത് നിയമവാഴ്ചയോടുള്ള ഒന്നാന്തരം വെല്ലുവിളിയാണ്. ഗുണ്ടായിസം എന്ന് ശ്രീജിത്ത് പറഞ്ഞത് ഒരു അർത്ഥത്തിൽ ശരിയാണ്. ജനങ്ങളെ ഒരു പരുവത്തിൽ തടഞ്ഞു വെക്കുകയാണ്. നിർബന്ധമായി വഴി നടക്കാനുള്ള അവകാശം, യാത്ര ചെയ്യാനുള്ള അവകാശം, അത്യാവശ്യ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം, ഇത് നിയമം അനുശാസിക്കുന്ന ഒരു കാര്യമാണ്. അതൊന്നും ബന്ധാണെങ്കിലും ഹർത്താലാണെങ്കിലും അതൊന്നും നിഷേധിക്കണമെന്ന് ഭരണഘടന പറയില്ല. അവിടെ എന്താ സംഭവിച്ചത്? ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ എത്രയോ ജീവനുകളെ വെച്ചാണ് പന്താടിയത്. ആശുപത്രികൾ പ്രവേശിക്കാൻ വിധിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ അപകടം പറ്റി മുന്നോട്ട് പോകുന്നവർ, പാമ്പ് കടിയേറ്റവർ, ഇവരെ എല്ലാം വഴിയിൽ തടഞ്ഞു വെച്ച് ജീവന് വില പറയുകയല്ലേ? പച്ചയ്ക്ക് മനുഷ്യജീവനെ വില പറയുന്ന നിലപാടിനോട് എങ്ങനെയാണ് ശ്രീ മഞ്ജു യോജിക്കാൻ കഴിയുക? അതിന് പിന്നിലെ ന്യായം എന്ന് പറയുന്നത് ഈ ശ്രീ ചാലമോഹൻ പറഞ്ഞ 2 ന്യായങ്ങളുണ്ട്. എനിക്ക് അത് കൗതുകകരമായി തോന്നി, അതുകൊണ്ട് ഞാനത് പ്രതികരിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു ന്യായം വളരെ എനിക്കത് ഇന്ദ്രിയങ്ങൾക്ക് വഴങ്ങുന്നില്ല. തങ്ങൾ ശക്തമായ ഹർത്താൽ ആഹ്വാനം ചെയ്തു. ജനങ്ങൾ സ്വമേധയാ സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചു. പട്ടികജാതിക്കാരായതുകൊണ്ട് അവരെ വേണ്ട രീതിയിൽ രാഷ്ട്രീയക്കാർ നടത്തുന്ന ഹർത്താലിനോട് സഹകരിക്കുന്നത് പോലെ ജനങ്ങൾ സഹകരിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഗുണ്ടായിസം കാണിച്ചു എന്നല്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾ പ്രതീക്ഷിച്ചു പോലീസ് വന്ന് തങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ പ്രതിഷേധം ഔപചാരികമായി ഞങ്ങൾ നടത്തുന്നു. പോലീസ് വന്നു, കൊണ്ടുപോയില്ല. പിന്നെ എന്താണ് ചെയ്യുന്നത്? മാതൃകാപരമായി
വഴിയിൽ ഇറങ്ങുന്നവരോട് പറയാം, ഇത് നിങ്ങൾക്കൊന്ന് സഹകരിക്കരുതോ, സ്നേഹപൂർവ്വം പറയാം. അവിടെ ഉപയോഗിച്ച ഭാഷ, ആ ധാർഷ്ട്യത്തിൻ്റെ സ്വരം, അത് നിയമവാഴ്ചയ്ക്ക് അനുകൂലമല്ല. ഏതെങ്കിലും ഒരു വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെടുന്നു എങ്കിൽ അവർക്ക് ഇന്ത്യയുടെ ഭരണഘടന നിയമവാഴ്ചയുടെ പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. വിവേചനപരമായ ഘടനകളല്ല. പോലീസ് എന്ത് മാന്യമായിട്ടാണ് പെരുമാറിയത്? ഒരുപക്ഷെ ആ മാന്യമായി വിതിൻ കൊട്ടേഷൻ മാന്യം എന്ന് പറയുമ്പോൾ അത്രയും മാന്യമായിട്ടാണോ പെരുമാറേണ്ടത്? യഥാർത്ഥത്തിൽ പോലീസിന്റെ ചാലമോഹൻ പറഞ്ഞ ഒരു കാര്യത്തിൽ ഇപ്പോൾ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താൽ നടത്തുമ്പോൾ ജനങ്ങൾ സഹകരിച്ച് വീട്ടിലിരിക്കും, പക്ഷെ ഞങ്ങൾ നടത്തുമ്പോൾ അത് ചെയ്യാതിരുന്നത് ഇന്ന കാരണം കൊണ്ടാണ്. അതാണല്ലോ അദ്ദേഹം പറയുന്നത്. വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തുമ്പോൾ നമ്മൾ കാണുന്നതുമാണത്. ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. മഞ്ജുഷ ഒന്ന് ആലോചിക്കൂ, 52 വ്യത്യസ്തമായ സംഘടനകളുടെ ഒരു ഏകോപന സമിതി, അതാണ് സമരസമിതി. ഒരു രാഷ്ട്രീയ കക്ഷി എന്ന് പറയുമ്പോൾ കൃത്യമായൊരു നേതൃത്വമുണ്ട്, കൃത്യമായൊരു ഓർഗനൈസേഷണൽ ഘടനയുണ്ട്, ഒരു കൊയലീഷനാണ് UDFന്റെ ബന്ദ് അല്ലെങ്കിൽ LDFന്റെ ഹർത്താൽ ഒക്കെ പറയുമ്പോൾ അതൊരു വ്യവസ്ഥാപിതമായൊരു മാർഗമാണ്. പക്ഷേ 52 സംഘടനകൾ, ചെറുതും വലുതുമായ 52 സംഘടനകൾ ഏകോപിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നറിയാം. അതിൽ ചിലരൊക്കെ മനഃപൂർവ്വമായി നുഴഞ്ഞു കയറാം. ഇത് പരാജയപ്പെടുത്താൻ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരുപക്ഷെ നുഴഞ്ഞു കയറാം. ഇവരെയൊക്കെ നിയന്ത്രിക്കാനുള്ള ആർജവം ഇല്ല എങ്കിൽ ഇതിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് കാര്യമില്ല. എത്രയോ മാർഗങ്ങളുണ്ട്. അല്ലെങ്കിൽ സമാധാനപരമായി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലാത്തവരെ നേതാക്കൾ ഇടപെട്ട് ഇത് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ പ്രതീകാത്മകമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു രീതിയിലും ഗൺ പോയിന്റ് നിർത്തി ജനങ്ങളെ വലിയ രീതിയിൽ അവരെ ഉപദ്രവിക്കരുത്, ഗുഡ്വില്ല് നഷ്ടപ്പെടുത്തരുത്. എന്തുകൊണ്ട് മുതിർന്ന നേതാക്കൾ, ശ്രീ ചാലമോഹൻ ഉൾപ്പെടെയുള്ള ആദരണീയരായ മുതിർന്ന നേതാക്കൾ എന്തുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് ചോദിക്കേണ്ടി വരും. ഒരു കാര്യം സംഭവിച്ചു, വളരെ സന്തോഷകരമായ ഒരു കാര്യം. എറ്റേണൽ വിജിലൻസ് ഈസ് ദി പ്രൈസ് ഡെമോക്രസി എന്ന് പറയാറുണ്ടല്ലോ. 3 വിഷ്വൽസ് നമ്മൾ കണ്ടു ഇവിടെ ഈ ഇൻട്രോയുടെ ശേഷം. ആ 3ലും കാണുന്നത് എന്താണ്? ജനം ജൈവികമായി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇത് കൂടുതൽ ബന്ധുക്കൾ രാഷ്ട്രീയ കക്ഷി നടത്തിയാലും ഇതുപോലെയുള്ള സംഘടനകൾ നടത്തിയാലും ജനം നേരിട്ടിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജനം സംസാരിക്കുകയാണ്. ഇത് പ്രാകൃതമായ ഒരു നടപടിയാണ്. ഹർത്താൽ എന്ന പേരിട്ട് ബന്ദ് നടത്തിയാൽ അതീവ പ്രാകൃതമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കോടതി ഇന്ന് സുവോമോട്ടോ കേസെടുത്തിരിക്കുകയാണ്. എല്ലാ നിയമങ്ങളും അതിലേക്ക്. ഒരു കാര്യം കൊണ്ടുണ്ട്, ഇപ്പോൾ തിരുവല്ലയിലെ ക്യാൻസർ രോഗിയെ തടഞ്ഞ് ഇന്ന് പോകാൻ പറ്റില്ല, ഷോ കാണിച്ചുകൊണ്ട് ഇനി ഒട്ടും വിടില്ല എന്ന് പറഞ്ഞ ആളുണ്ടായല്ലോ. അദ്ദേഹത്തിന്റെ പേര് അജി എം ചാലക്കേരി എന്നാണ്. അദ്ദേഹം VCKയുടെ വിടുതലൈ ചിരുതൈകൾ കക്ഷി തമിഴ്നാട്ടിലെ VCKയുടെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു. ശ്രീ ചാലമോഹൻ, ഇത് ഏതെല്ലാം പാർട്ടികളാണ്, ഏതെല്ലാം സംഘടനകളാണ് ഈ സമരരംഗത്തുണ്ടായിരുന്നത് ഇന്നത്തെ ഹർത്താലിൽ? അത് നിങ്ങൾക്ക് തന്നെ അതിനെപ്പറ്റി ഒരു ബോധ്യമുണ്ടോ? നുഴഞ്ഞുകയറ്റം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സംഭവങ്ങളുണ്ടോ? താങ്കൾ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല ഇങ്ങനെയുള്ള അക്രമ ഹർത്താൽ എന്ന്. അത് എന്തെങ്കിലും അട്ടിമറികൾ അതിൻ്റെ പിന്നിൽ സംശയിക്കുന്നുണ്ടോ? സംശയിക്കുന്നുണ്ട്. ഈ ഹർത്താലിനെ ബോധപൂർവം അതിൽ നുഴഞ്ഞു കയറി ജനങ്ങൾക്കെതിരാക്കാൻ വേണ്ടി ആരൊക്കെ ഇതിൻ്റെ ഇടയിൽ ശ്രമം നടത്തി എന്നുള്ളതായിരിക്കും. താങ്കൾ ഈ പറഞ്ഞ അജി എം ചാലക്കേരിയെ ഒരു ദളിത് സംഘടനയുടെ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തികച്ചും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ പല ഭാഗത്തും അക്രമ സംഭവങ്ങൾ കാര്യമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ ഹർത്താലിനെ ബോധപൂർവം അവഹേളിച്ച് കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഹർത്താൽ നടത്തിയവരെ അവഹേളിക്കാൻ വേണ്ടി ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ നുഴഞ്ഞു കയറി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായി സംശയിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ സംഘടനകളെല്ലാം അവർ ഓരോ സ്ഥലത്തും അവരുടെ രീതിയിൽ ആ ഹർത്താൽ നടത്തിയെന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഹർത്താലാണ് ഇത്രയും ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇതിനു മുമ്പ് നടന്ന പല രാഷ്ട്രീയ പാർട്ടികളുടെ ഹർത്താലും ഇത്തരത്തിൽ വലിയ ചർച്ച നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി അല്ലെങ്കിൽ അതങ്ങനെ ഇരുന്നോട്ടെ. പക്ഷേ ഈ ഹർത്താലിലേക്ക് പോകാനുള്ള വിഷയം എന്താണ്? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഓരോ കേസും, പ്രത്യേകിച്ച് പട്ടികജാതി കേസുകൾ എല്ലാം അട്ടിമറിക്കപ്പെടുന്നു. ഈ ഓരോ കലാലയങ്ങളിലും 10,000-കണക്കിന് നിതിൻ രാജ് ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ എൻ്റെ സ്വന്തം മകനെ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ MA ആർക്കിയോളജി കിട്ടി. SC/ST കുട്ടികൾക്ക് ആദ്യമേ പൈസ അടയ്ക്കേണ്ട, 6,000-ന് മുകളിൽ രൂപ ആദ്യമേ അടയ്ക്കണമെന്ന് പറഞ്ഞ് അവനത് ചോദ്യം ചെയ്തപ്പോൾ അവൻ ആർക്കിയോളജി കൊടുത്തില്ല. അപ്പോൾ ഞാനവിടെ നേരിട്ട് പരാതി കൊടുത്തു. പരാതിക്കൊന്നും പരിഹാരം കണ്ട. ഇന്നാണ് 3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു അധ്യാപകൻ വിളിക്കുന്നത് ആ പരാതി അന്വേഷിക്കുകയാണെന്ന്. അപ്പോൾ ഇത് കലാലയങ്ങളിൽ ഈ വിഷയം, ഈ നിതിൻ രാജിൻ്റെ വിഷയം മാത്രമല്ല, കലാലയങ്ങളിൽ ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് നേടാൻ പറ്റിയ തൊഴിലുകളും നിഷേധിക്കുന്ന ഒരു കൂട്ടം അധ്യാപകർ എല്ലാ കലാലയങ്ങളിലുണ്ട്.
അപ്പോൾ ഈ ഹർത്താൽ എന്ന് പറയുമ്പോൾ അത്തരം വിഷയങ്ങൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും ഇനി ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവരെ ഭരണകൂടമോ പോലീസോ കരുതിക്കുട്ടി ദ്രോഹിക്കാതിരിക്കാനുള്ള ഒരു പക്ഷേ അത്തരത്തിൽ കൂടെ ചിന്തിച്ചിട്ടായിരിക്കാം ഓരോരുത്തരും പ്രതിഷേധിച്ചത്. ശരി, ശ്രീ പണിക്കർ, നുഴഞ്ഞുകയറ്റവും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ശ്രീ ചാലമോഹനൻ, സമരസമിതിയുടെ നേതാവ്, പറയുന്നത്. നോക്കൂ, ഇതാണ് ഇവരുടെ ഉത്തരവാദിത്തമില്ലായ്മ. ശ്രീ ചാലമോഹനൻ എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് തന്നെ ക്ലാരിറ്റി ഇല്ല. അദ്ദേഹം ഇതുവരെ ഇങ്ങനെ ഉണ്ടായിരുന്ന അക്രമ പ്രവർത്തനങ്ങളെയെല്ലാം ഗുണ്ടായിസം എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ആരെങ്കിലും നുഴഞ്ഞു കയറിയോ എന്ന് ചോദിച്ചപ്പോൾ അതും ഉണ്ടാവാം എന്ന് പറയുന്നു. അപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്നല്ല നുഴഞ്ഞു കയറിയിരിക്കുന്ന ആൾക്കാരാണ് ഈ അക്രമം കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് ഗുണ്ടായിസമാണെന്ന് സമ്മതിക്കുന്നത് എന്താ കുഴപ്പം? ആദ്യം അദ്ദേഹം സംസാരിച്ച എനിക്ക് സ്റ്റഡി ക്ലാസ് എടുത്തു. അവിടെ ഈ ക്യാൻസർ രോഗിയെ തടഞ്ഞയാൾ അങ്ങനെയുള്ള ആളല്ല എന്നാണ് പറയുന്നത്. എക്സാക്ട്ലി. അല്ല, അവിടെയാണ് പ്രശ്നം. ഇവരുടെ ഹർത്താൽ ആർക്കെതിരെയാണ്? ഈ നിതിൻ രാജിന്റെ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ നീതി ഉറപ്പിക്കാത്ത സർക്കാരിനും പോലീസിനും എതിരാണ്. അപ്പൊ പിന്നെ അതിനെ തകർക്കാനായിട്ട് ആര് ശ്രമിക്കുന്നു എന്നാണ് ശ്രീ ചാലമോഹനൻ പറയുന്നത്? സമരത്തിനിടയിൽ ആര് നുഴഞ്ഞു കയറിയെന്നാണ്? സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരോ അതോ പോലീസോ? ക്യാൻസർ രോഗിയോട് മോശമായി പെരുമാറിയത് എന്തായാലും സർക്കാരിനെ നയിക്കുന്ന ആൾക്കാരോ പോലീസോ അല്ലല്ലോ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ അദ്ദേഹം കാണിച്ചിരിക്കുന്ന മര്യാദകളുടെ ഉത്തരവാദിത്തം ആർക്കാണ്? സമരസമിതിക്കാണ്, നിങ്ങൾക്ക് തന്നെയാണ്, അതല്ലാതെ മറ്റാർക്കും അല്ല. അതൊരു അട്ടിമറി ശ്രമമൊന്നുമല്ല. നിങ്ങളുടെ കൂടെ തന്നെയുള്ളയാള് അനിയന്ത്രിതമായിട്ടുള്ള അധികാരം തനിക്കുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നു. പിന്നെ എല്ലാത്തിനും എന്തിനും ഈ വിക്ടിം കാർഡ് ഇറക്കേണ്ടെന്ന് ആവശ്യമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഹർത്താൽ നടത്തിയാലും അത്യാവശ്യമുള്ള ആൾക്കാർ പുറത്തിറങ്ങാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നേരിട്ടിരിക്കുന്ന സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു കേസിൽ ഓട്ടോ ഓടിച്ച ആളെ പിടിച്ചിറക്കി തല്ലിയ വീഡിയോ നമ്മൾ ഹർത്താലിൽ കണ്ടിട്ടില്ലേ? അപ്പൊ അത് നടത്തിയിരുന്ന ആരാണ്? ദളിത് സംഘടനകളാണോ? അല്ല, അന്ന് നടത്തിയിരുന്ന ഹർത്താൽ നടത്തിയിരുന്ന ഇടത് സംഘടനകളാണ്. ഇടത് സംഘടനകൾ നടത്തിയിരുന്ന ഹർത്താലിൽ ഏതോ ഒരാളിന് അത്യാവശ്യമായിട്ട് എവിടെയോ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ഓട്ടോക്കാരൻ അത്രത്തോളം ഹൃദയവിശാലതയുള്ള ഒരാൾ ആ റിസ്ക് ഏറ്റെടുത്തിട്ട് അതിന് തയ്യാറായി, അയാളെ പിടിച്ച് തല്ലി. അപ്പൊ അത് ഏതെങ്കിലും തരത്തിലുള്ള ദളിത് വിരോധം കൊണ്ടാണോ അയാൾ വണ്ടി എടുത്തത്? അങ്ങനെയല്ല. നേരത്തെ മഞ്ജുഷ പറഞ്ഞിരിക്കുന്ന ഉദാഹരണം, സെക്രട്ടേറിയറ്റിൽ ആൾക്കാർ വരുന്നു, ആ വരുന്നിരിക്കുന്ന ഒന്നും തന്നെ ദളിത് വിരോധം കൊണ്ടല്ല. ഏത് ഹർത്താലാണെങ്കിലും അത്യാവശ്യമായിട്ട് ജീവിതത്തിനെ കൂട്ടിമുട്ടിക്കുന്നതിനോ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർ തെരുവിലിറങ്ങും. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഒരു സംയുക്ത സമരസമിതിയുടെ ഭാഗമായിട്ടുള്ള അതിന്റെ കൺവീനറോ മറ്റായിട്ടുള്ള ശ്രീ സണ്ണി കബിക്കാട് ഇന്നൊരു മാധ്യമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഈ സംഭവങ്ങളൊക്കെ നെഗറ്റീവ് ആണെന്ന് കരുതുന്നില്ല എന്നാണ്. അതെന്താ നെഗറ്റീവാണെന്ന് അദ്ദേഹം കരുതാത്തത് എന്താണ്? ഒരു രാഷ്ട്രീയ കക്ഷി ഹർത്താൽ നടത്തിയാലും ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ ലഘൂകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഹർത്താൽ വൻ വിജയമാണ്, ജനങ്ങൾ ഹർത്താൽ ഏറ്റെടുത്തു എന്നൊക്കെയാണ് അവകാശവാദം. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ് വിജയം? വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് പോലീസോ അല്ലെങ്കിൽ സംവിധാനമോ ഇവിടെ വരണം. ഈ വെല്ലൂർ സർവകലാശാലയിലെ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ് എന്ന് സണ്ണി കബിക്കാട് പറയുന്നു. സ്റ്റേറ്റ് എന്ത് ചെയ്യണം? പ്രത്യേക വണ്ടി കൊണ്ടുവന്ന് കുട്ടികളെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകണോ? രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സ്റ്റേറ്റ് വണ്ടി ഇറക്കണമോ? സാറേ, അതിനുള്ള സ്റ്റേറ്റിന്റെ വണ്ടിയാണ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, KSRTC. ആ സാധനം ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ മുന്നിൽ കിടന്നാൽ പിന്നെ എന്ത് ചെയ്യും? സഞ്ചാര സ്വാതന്ത്ര്യം ഒരു അബ്സല്യൂട്ട് റൈറ്റ് ആയി കാണരുത് എന്നൊക്കെയാണ് സണ്ണി കബിക്കാട് പറയുന്നത്. എന്ത് തരത്തിലുള്ള ഭരണഘടനാ ബോധ്യമാണ് ഇദ്ദേഹത്തിനുള്ളത്? ഇതൊരു പ്രത്യേക സാഹചര്യമാണെന്നൊക്കെ ഇൻസെൻസിറ്റീവായിട്ട് പറയുകയാണ്. അപ്പൊ നിങ്ങളൊരു കോസ് ഏറ്റെടുക്കുന്നു, അതിന്റെ പേരിൽ ഈ നാട്ടിലുള്ള രോഗികളായിക്കോട്ടെ, വിദ്യാർത്ഥികളായിക്കോട്ടെ, സാധാരണക്കാരായിക്കോട്ടെ, ഡെയിലി വേജസ് വർക്കേഴ്സ് ആയിക്കോട്ടെ, അവരുടെ അവകാശങ്ങൾ അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്കുക. അതിനുള്ള അവകാശം സണ്ണി കബിക്കാടിനും കൂട്ടർക്കും ആരാ നൽകിയത്? ഭരണഘടനയുടെയോ നിയമത്തിന്റെയോ ഏത് അനുച്ഛേദ പ്രകാരമാണ് നിങ്ങൾക്ക് തീരുമാനിക്കാനായിട്ട് കരുതുന്ന അവകാശങ്ങൾ അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് ഹർത്താൽ നടത്തിക്കഴിഞ്ഞാൽ ഈ നാട്ടുകാരെ മുഴുവൻ തടഞ്ഞ് ബുദ്ധിമുട്ടിക്കാം എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഏതെങ്കിലും കോടതി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇനി നിങ്ങൾ പറയുന്ന ഒരൊറ്റ കാര്യം കൂടി നോക്കണം. അതായത് നിങ്ങൾ പറയുന്നുണ്ട് ഇത് ഈ തരത്തിലുള്ള ജാതീയമായിട്ടുള്ള ഒരു അധിക്ഷേപമാണ് എന്ന്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഈ അന്വേഷണത്തിന് പൂർണ്ണമായിട്ടും സർക്കാരും പോലീസും സഹകരിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം കോടതി ഇതിൽ അഭിപ്രായം പറഞ്ഞല്ലോ. ശ്രീ ചാലമോഹനൻ കോടതി പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിന് എങ്ങനെ കാണുന്നു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ കോടതിയും ഇതേപോലെ തന്നെ ആരുടെയെങ്കിലും ഒത്താശയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് രാജൻ, കോടതിയുടെ വെർഡിക്റ്റിലുള്ളതാണ്. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് രാജൻ, ഫാദർ ഓഫ് ദ വിക്ടിം, recorded immediately after the incident, does not disclose any caste-based abuse or use of caste name. ഈ മരണപ്പെട്ട കുട്ടിയുടെ പിതാവിന്റെ സ്റ്റേറ്റ്മെന്റ് ഇമ്മീഡിയറ്റ്ലി എടുത്ത സമയത്ത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ജാതീയമായിട്ടുള്ള അധിക്ഷേപം ഉണ്ടായതായിട്ട് പറയുന്നില്ല. ലൈക്ക്വൈസ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ദ വിക്ടിം, നിതിൻ രാജിന്റെ സഹോദരിമാരുടെ സ്റ്റേറ്റ്മെന്റ് ഏപ്രിൽ 13 റെക്കോർഡ് ചെയ്തപ്പോൾ ഓൾസോ ഡസ് നോട്ട് റിവീൽ എനി സ്പെസിഫിക് അലഗേഷൻ ഓഫ് കാസ്റ്റ് ഇൻസൾട്ട്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. The materials presently available only indicate harsh
ഇൻസൾട്ടിംഗ് ആൻഡ് ഇംപ്രോപ്പർ കോണ്ടക്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ പെറ്റീഷണർ, അതായത് അവിടുത്തെ ഡോക്ടർ റാം, ബട്ട് നോട്ട് കാസ്റ്റ് ടാർഗറ്റഡ് ഹ്യൂമിലിയേഷൻ, അത് ജാതീയമല്ല എന്ന് പറയുന്നു. There is no whisper of a statement from any witness to the effect that the first accused, അതായത് ഡോക്ടർ റാം, used caste slurs or casteist remarks to attack the deceased. എന്നിട്ട് അവസാനം കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്, അതിലാണ് താങ്കളുടെ അഭിപ്രായം വേണ്ടത്. There is nothing on record to prima facie indicate that the verbal abuse by the first accused, Dr. Ram, was motivated solely by the fact that the deceased belonged to the scheduled caste. അതുകൊണ്ടാണെന്ന് പറയുന്നില്ല. There is absolutely no prima facie evidence to attract the offence under section 31R of the SC/ST Atrocities Act. ഞാൻ പറയുന്നത് കോടതി പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോടതിക്കെതിരെയും കൂടിയിട്ടാണോ ഇന്ന് സമരം ചെയ്തിരിക്കുന്നത്? എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വാദത്തിനോട് കോടതി പ്രഥമ ദൃഷ്ട്യാ അംഗീകരിക്കുന്നില്ല എന്നേ. അത് കോടതി തന്നെ പറഞ്ഞിരിക്കുക. 2-3 ദിവസമായിട്ടുള്ള ഈ വെർഡിക്റ്റ് വന്നിട്ട് ആ വെർഡിക്റ്റിൽ കോടതി ഡോക്ടർ റാമിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല, ജാമ്യം കൊടുത്തില്ല. കുടുംബം അവിടെ നിതിൻ രാജിന്റെ അച്ഛൻ ആ കോളേജിൽ പോയതും കുഴഞ്ഞു വീണതും അദ്ദേഹത്തിന്റെ സങ്കടവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ പ്രിൻസിപ്പലിനും അധ്യാപകർക്കും പങ്കാളിത്തമുണ്ട് നിതിൻ രാജിന്റെ മരണത്തിൽ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ആ കുടുംബം അങ്ങനെ തന്നെയാണ് തങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കാര്യമില്ല. പക്ഷെ സമരത്തിന്റെ വഴിമാറിയതിനെയാണ് എതിർക്കേണ്ടത്. കോടതിക്കും എതിരെയാണോ ഈ സമരം എന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം ഇതിപ്പോ ഒരു കെയർടേക്കർ സർക്കാരാണ്. കെയർടേക്കർ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റി സമരം ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ ചോദിക്കുന്നത് ഈ കെയർടേക്കർ ഗവൺമെന്റ് അല്ലാതെ കോടതി പറഞ്ഞിരുന്നത് ആ സർക്കാരിന് മുന്നിൽ ഇങ്ങനെ ജനങ്ങളെ ബന്ദിയാക്കിക്കൊണ്ട് വെല്ലുവിളി നടത്തിയിട്ട് എന്ത് കാര്യം എന്നുള്ളതാണ്. ഒരേ ഈ നമ്മളെ ഈ ഹർത്താൽ എന്ന് പറഞ്ഞ ഇത് ഇങ്ങനെ പ്രേരിപ്പിച്ചത് നമ്മൾ മധുവിൻ്റെ കേസ് ഇവിടെ കണ്ടു. കേരളത്തിൽ വാളയാർ കേസ് നടന്നു, ഹർത്താൽ നടന്നില്ല. മധുവിൻ്റെ കേസ് ഹർത്താൽ നടന്നില്ല. വേറൊരു ബിന്ദുവിൻ്റെ കേസ് ഹർത്താൽ നടന്നിട്ടില്ല. ആ കേസ് ശരിക്കും ആ കേസിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് അറിയാം, ഈ സംസാരിക്കുന്ന ശ്രീജിത്ത് പണിക്കർക്കും അറിയാം. അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടും ഞങ്ങളൊരു ഹർത്താൽ അങ്ങനെ കേരളത്തിൽ നടത്താൻ നമ്മൾ താല്പര്യം കാണിച്ചിട്ടില്ല. പക്ഷേ ഓരോ ഘട്ടത്തിലും ഓരോ വിഷയങ്ങളും നമ്മളത് നോക്കുമ്പോൾ അപ്പോൾ ഇതൊരു ബോധപൂർവമായി ഈ പ്രിവെൻഷൻ ഓഫ് SC/ST അട്രോസിറ്റി ആക്ട് നിലനിൽക്കുകയാണെങ്കിലും അതിനൊരു കമ്മീഷൻ ഉണ്ടെങ്കിലും ആ കമ്മീഷൻ ഒരു സിവിൽ കോടതിയുടെ അധികാരം പോലും കൊടുത്തിട്ടില്ല. ആ കമ്മീഷൻ്റെ വിധികൾ പോലും സർക്കാർ നടപ്പിലാക്കുന്നില്ല. അതൊരു വലിയ പാളിച്ചയല്ലേ? ഈ SC/ST അട്രോസിറ്റീസ് ആക്ട് അത് നടപ്പിലാക്കുന്നില്ല. അപ്പോൾ ഈ കമ്മീഷനെ നോക്കുകുത്തിയായിരിക്കുന്നു. നാഷണൽ കമ്മീഷനാണെങ്കിൽ ഇവിടെ കൂടെ ഹിയറിംഗ് വെക്കുന്നതായിരുന്നു. ഇപ്പോൾ 2-3 വർഷം കൊണ്ട് നാഷണൽ കമ്മീഷനും അതിനെക്കുറിച്ച് അപ്പോൾ രാജ്യത്ത് തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ടാവുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കോ മറ്റുവർക്കോ ഉണ്ടാവുന്ന വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ കൃത്യമായ ഒരു അന്വേഷണമോ അതിൻ്റെ പേരിൽ ശിക്ഷാ നടപടികളോ ചെയ്യുന്നില്ല. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാവരുടെയും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് തന്നെ ഇതൊരു വലിയ പ്രതിഷേധമായി തോന്നി. അതാണ് ഈ ഹർത്താലിലേക്ക് പ്രേരിപ്പിക്കാൻ കൂടെ കാരണം. അപ്പോൾ നിതിൻ രാജിൻ്റെ കേസും ഇപ്പോൾ കോടതി ശ്രീജിത്ത് പണിക്കർ പോലെ ബഹുമാനപ്പെട്ട കോടതിയുടെ കണ്ടെത്തലുകളും കോടതി ജാമ്യം നിശ്ചയിച്ചതും ഒക്കെ ശരിയാണ്. പക്ഷേ അപ്പോൾ പറഞ്ഞ് കാവൽ മന്ത്രിസഭയാണല്ലോ. കാവൽ മന്ത്രിസഭയാണെങ്കിലും ഈ കേസിൽ ചില സംശയങ്ങൾ ഞങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഉത്തർപ്രദേശിലെ നോയിഡയിൽ പോയി പെട്ടെന്ന് തന്നെ ആ പ്രതികളെ 3 പേരെ കൊണ്ടുവന്നു? അപ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഈ 3 പേരെ പ്രതിയാക്കിക്കൊണ്ട് ഇവരെ രക്ഷപ്പെടുത്താനാണോ എന്നൊരു സംശയം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ലോൺ ആപ്പിന്റെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കേ വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ അന്വേഷിക്കണ്ടേ? മരിച്ചതിന്റെ തലേ ദിവസം അദ്ദേഹത്തിന്റെ ഫോണിൽ ഈ ലോൺ ആപ്പിന്റെ ഭാഗമായിട്ട് 100ഓളം കോളുകൾ വന്നു എന്ന രീതിയിലത്തേക്ക് വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി പോലീസ് അന്വേഷിക്കണ്ട എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, പോലീസിന്റെ കണ്ണുവെട്ടത്തുണ്ടായിരുന്ന ഈ റാമിനെയും ഈ ടീച്ചറെയും എന്തുകൊണ്ട് പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് അവരെ പോലീസിന് മുമ്പേ കൊണ്ടുവന്നില്ല? അവര് മുങ്ങിയില്ലേ? അതിപ്പോ അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? വേറെ ഉള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ലെജിറ്റിമേറ്റ് ആയിട്ട് അവരെ പിടിക്കാൻ പറ്റില്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ PP ദിവ്യയെ പിടിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ചോദിച്ചതാണ്. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇത് പോലീസിനും സർക്കാരിനും എതിരെ പറയുമ്പോൾ കോടതി എന്തു പറയുന്നു? നിങ്ങളുടെ വാദത്തിനോടൊപ്പമാണോ കോടതിയുടെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ? അതേപോലെ രണ്ടാമത് വേറെ ഒരാളും കൂടി ഉണ്ടല്ലോ, ഒരു ലേഡി അവിടുത്തെ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ. ആ ലേഡി ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതേ ആരോപണം തന്നെയുണ്ട്. കോടതി അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ ദി aforesaid reasons I am satisfied that absolutely no prima facie case is made against her
ഫോർ ദി ഒഫൻസ് അണ്ടർ ദ സെയിം ആക്ട്. ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരു സെമസ്റ്റർ എക്സാം, അതിൻ്റെ കൂടെ ഒരു എക്സാം എഴുതാൻ കഴിയും എന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നത് എങ്ങനെയാണ് കാസ്റ്റ് അബ്യൂസ് ആകുന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാദം അവിടെ കൃത്യമായിട്ട് കോടതിയുടെ മുന്നിൽ എത്തിക്കാൻ കഴിയാതിരുന്നത്? അപ്പോൾ നിങ്ങളെ പ്രോസിക്യൂഷനും നിങ്ങളെ തള്ളിയോ? അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും എതിരാണോ? കോടതിക്കും പ്രോസിക്യൂഷനും പോലീസിലും സംവിധാനത്തിനും സർക്കാരിനും എല്ലാവർക്കും എതിരാണോ? നിങ്ങൾ ആർക്കെതിരാണ് ഈ സമരം ചെയ്യുന്നതെന്ന് പറയൂ. എന്നാലല്ലേ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുള്ളൂ. ഈ സർക്കാർ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരാഴ്ച കൂടി മാത്രം കാലാവധിയുള്ള ഒരു സർക്കാർ എന്ത് ചെയ്യണം? ഈ പറയുന്ന അല്ല, ഞാൻ ചോദിക്കാം, എന്റെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നയങ്ങളോടാണ് എതിര്, കോടതിക്ക് എതിരാണ്. ഈ വിഷയം മാത്രമല്ല ശ്രീജിത് പണിക്കർ, ഈ വിഷയം മാത്രമല്ല ഇവർ ഉന്നയിക്കുന്നത്. തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള അവഗണനകൾ വരുന്നു, അന്വേഷണങ്ങൾ ശരിയായ ദിശയിൽ വരുന്നില്ല, അതുകൊണ്ടൊരു ഹർത്താൽ നടത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ എൻട്രൻസ് എഴുതാനായിട്ട് പിള്ളേരിന്ന് പോകണ്ടെന്ന് തീരുമാനിച്ച് അവരുടെ ഒരു വർഷത്തെ അവസരവും കളഞ്ഞു. നല്ല കാര്യം. അത് പക്ഷേ നുഴഞ്ഞുകയറ്റം ഉണ്ടായി എന്നാണ്. അത് നുഴഞ്ഞുകയറ്റമാവും, അന്നേരം നുഴഞ്ഞുകയറ്റമാവും. അല്ല, അത് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഒരു ഉണ്ടാവാം എന്നാണ് ഞാൻ നിങ്ങൾ ഇനി അത് അങ്ങനെ പറയുന്നത് ശ്രീ ചാലമോഹനൻ, അത് അവിടെയുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട് താങ്കൾ കാണിക്കുന്ന മര്യാദകേടായിപ്പോ അങ്ങനെ പറയരുത്. അത് ശരിയല്ല. ഇന്ന് അവസരം നഷ്ടപ്പെട്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവരുടെ അവസരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന എൻട്രൻസ് ആണ്. അത് കേരളത്തിലെ ഒരു സർവകലാശാല തീരുമാനിക്കുന്നതല്ല, വെല്ലൂരിലാണ്. അങ്ങനെയുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുന്ന, രാവിലെ 6 മണിക്ക് ഇറങ്ങിയിരിക്കുന്ന കുട്ടികളുണ്ട്. അവരുടെ മാതാപിതാക്കളൊക്കെ ഇന്ന് ചാനലുകളുടെ മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് അവരുടെ ഒരു വർഷത്തെ എഫേർട്ടിനെ കുറിച്ച് പറയുന്നത്. അത് തടസ്സപ്പെടുത്തിയതിനു ശേഷം സഞ്ചാര സ്വാതന്ത്ര്യം അബ്സല്യൂട്ട് അല്ല എന്ന തരത്തിലൊന്നും താങ്കൾ സംസാരിക്കരുത്. നമുക്ക് റെസ്പെക്ട് ഉള്ള ഒരു പൊതുപ്രവർത്തകനാണ് താങ്കൾ, അങ്ങനെയൊന്നും പറയരുത്. ആൾക്കാരോട് സെൻസിറ്റീവ് ആയിട്ട് ആ ഒരു ഹർത്താൽ വിജയമാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ പറയാറുണ്ട് ഞങ്ങളുടെ ഹർത്താൽ വിജയമാണ്, ജനങ്ങൾ ഏറ്റെടുത്തു എന്നൊക്കെ. ജനങ്ങൾ ഏറ്റെടുക്കാത്തൊരു ഹർത്താലാണ് ഇന്ന് നടന്നത്, അതും നിങ്ങൾ പറയുന്നു വിജയമാണതെന്ന്. ഒന്ന് ഇടപെടുകയാണ്. ശ്രീ സണ്ണി എം കബിക്കാട് കൂടി ചേരുകയാണ്. ശ്രീ സണ്ണി എം കബിക്കാട്, ഇന്നത്തെ ഹർത്താൽ എങ്ങനെ വിജയമായി എന്ന് പറയുന്നു? കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആയിരക്കണക്കിന് മനുഷ്യരാണ് ഈ കോഴ്സിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. വിവിധ സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരുമാണ് രംഗത്ത് വന്നിട്ടുള്ളത്. കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ ചില സ്ഥലങ്ങളിൽ അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. കോട്ടയം പോലുള്ള ജില്ലകളിൽ ഏതാണ്ട് ഹർത്താൽ പൂർണ്ണമായി തന്നെ വിജയമായിരുന്നു. കടകൾ തുറക്കുകയോ പ്രൈവറ്റ് ബസ്സുകൾ ഓടുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഈ നിതിന്റെ കേസിൽ ജനങ്ങളുടെ ഒരു രോക്ഷമുണ്ട് എന്ന് കേരളത്തിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന അർത്ഥത്തിലാണ് ഈ ഹർത്താൽ ഒരു വിജയമാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. ശ്രീ സണ്ണി എം കബിക്കാട്, ഇതിൽ നിങ്ങളുടെ ആവശ്യവും അതുപോലെ തന്നെ ഈ നിതിൻ രാജിന്റെ മരണത്തിലുള്ള ദേഷ്യവും രോഷവും അത് ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ അനുകമ്പയും മറ്റും അത് നിങ്ങളോടുള്ള രോഷമായി മാറിയില്ലേ പലയിടങ്ങളിലും? ഉദാഹരണത്തിന് ഇപ്പോൾ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻട്രൻസ് എഴുതേണ്ട കുട്ടികൾക്ക് എഴുതാൻ കഴിഞ്ഞില്ല, അവർ തടയപ്പെട്ടു. ഒരു ക്യാൻസർ രോഗിയുടെ കാര്യം തിരുവല്ല താങ്കൾ കണ്ടതാണല്ലോ. അവിടെ ആ ക്യാൻസർ രോഗിയോട് ഇന്നലെ പോയാൽ മതിയായിരുന്നല്ലോ, എന്തിന് ഇന്ന് പോകുന്നു എന്ന രീതിയിൽ രോഷപ്രകടനമുണ്ടായിരുന്നു ഹർത്താൽ അനുകൂലിയുടെ ഭാഗത്ത് നിന്ന്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഈ കോഴ്സിനെ പിന്നോട്ടടിക്കുകയല്ലേ ഉണ്ടായത്? ആ അനുകമ്പ രോഷത്തിന് വഴിമാകുന്ന കാഴ്ച എന്തിനാ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു? അത് നിങ്ങളുടെ ഒരു വ്യാഖ്യാനമാണത്. കേരളത്തിൽ 7 ദിവസം മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ടൊരു ഹർത്താലാണ് ഇന്ന് നടന്നത്. DGPക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും നമ്മൾ കത്ത് കൈമാറിയിട്ടുണ്ട്. DGP നമ്മളോട് ഹർത്താൽ നടത്തരുതെന്നോ അത് നിയമവിരുദ്ധമാണെന്നോ പറയുകയോ അല്ലെങ്കിൽ ഒരു മറുപടി തരികയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ നിയമപരമായി തന്നെ എല്ലാ പേപ്പർ വർക്കുകളും നീക്കിയതിന് ശേഷമാണ് ഇന്ന് ഹർത്താൽ നടത്തിയത്. കേരളത്തിലെ മീഡിയയിൽ, ഞങ്ങളുടെ വിഷ്വൽ മീഡിയ അടക്കമുള്ള മീഡിയയിൽ ഈ പറയുന്ന 28-ാം തീയതി ഹർത്താലാണെന്നുള്ള വാർത്ത പുറത്ത്. വാഹനങ്ങൾ തടയില്ല എന്ന് പറഞ്ഞിരുന്നു, ജനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിൽ തടസ്സമില്ല എന്നും പറഞ്ഞിരുന്നു. അതാര് പറഞ്ഞു? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനും KSRTCയുടെ MDക്കും ഒക്കെ ഞങ്ങൾ കത്ത് കൈമാറുകയാണ് ചെയ്തത്. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി സമൂഹത്തോട് ആവശ്യപ്പെട്ടു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ഭാരവാഹികൾക്ക് ഞങ്ങൾ കത്ത് കൊടുത്തു. ഇങ്ങനെ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു വ്യാജ വാർത്തയാണ് ഒരു ചാനലിൽ പുറത്തു വന്നത്. വണ്ടിയോടും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, കടകളും തുറക്കും. പിന്നെ എന്ത് ഹർത്താലാണ്? ഹർത്താൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഹർത്താൽ എന്ന് പറഞ്ഞാൽ ഈ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന രീതിയാണ്. ആ രീതിയിൽ വണ്ടി ഓടാതിരിക്കുക, കടകൾ തുറക്കാതിരിക്കുക, മനുഷ്യർ പണിക്ക് പോകാതിരിക്കുക, ഇങ്ങനെ പല ഘടകങ്ങളും മരണം.
അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വണ്ടി ഓടിക്കോട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞു, കടകൾ തുറന്നോട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞു. പിന്നെന്ത് ഹർത്താലാണ് ഞങ്ങൾ നടത്തുന്നത്? ഞങ്ങളാരും ഈ ആക്ഷൻ കൗൺസിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ശ്രീ സണ്ണിയം കബിക്കാട്, ഈ ആവശ്യം ന്യായമാണ്. ആ ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിക്കുന്നവരാണ് കേരള ജനത, മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇന്ന് പലയിടത്തും കാട്ടിക്കൂട്ടിയത് എന്താണ്? ദൃശ്യങ്ങൾ താങ്കളും കണ്ടതല്ലോ. അതിൽ ഒരു ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടോ താങ്കൾ? ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രം പലതിലും കാര്യമില്ല. കാരണം എൻട്രൻസ് എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് ഇനിയൊരു അവസരമില്ല. ഈ കീമോതെറാപ്പിക്ക് പോകേണ്ടയാൾക്ക് ഇനിയൊരു അവസരം കിട്ടണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരും. ഇന്ന് കുട്ടികളും എടുത്ത് വലഞ്ഞ ആളുകളെ തമ്പാനൂരിൽ കണ്ടു. കൊടും ചൂടത്ത് KSRTC ബസ്സിൽ കയറിയിരിക്കേണ്ടി വന്ന യാത്രക്കാരെ കണ്ടു. അവർ അനുഭവിച്ച ബുദ്ധിമുട്ടിന് പരിധിയില്ല. അപ്പോൾ അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന ഒരു താല്പര്യം, നിങ്ങളുടെ ആവശ്യത്തോടുള്ള ഒരു അനുകമ്പ, സ്നേഹം അതില്ലാതായി. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ കഴിയും? അവരുടെ നിങ്ങളുടെ ഒരു വ്യാഖ്യാനം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ഹർത്താൽ അല്ല ഇത്. ഹർത്താൽ നടക്കുമ്പോഴൊക്കെ സാധാരണ മനുഷ്യർക്ക്, യാത്ര ചെയ്യുന്നവർക്ക് ചില അസൗകര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. നിങ്ങൾ അന്വേഷിച്ചോ? ഏതെങ്കിലും ഇപ്പം കണിയാപുരത്ത് വണ്ടി തടഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയത് എന്ന ആ ഒരു സംഗതി ഉച്ചയോടുകൂടി പുറത്തു വന്നതാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അവിടുത്തെ ഈ പരീക്ഷ എഴുതാൻ പോയ കുട്ടികളോ അല്ലെങ്കിൽ മാതാപിതാക്കളോ വന്ന് സമരക്കാരോട് ആവശ്യപ്പെട്ടോ, ഞങ്ങൾ പരീക്ഷ എഴുതാൻ പോവാണ്, ഞങ്ങളെ കടത്തി വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവർ തടഞ്ഞോ? അതാണ് അങ്ങനെ അതല്ല. അതിലെ കൂടി യഥാർത്ഥ ആംബുലൻസ് കടന്നു പോകുന്നുണ്ട്. രോഗിയോട് ഇന്നലെ പോരായിരുന്നു, ഇന്നെന്തിന് കീമോതെറാപ്പിക്ക് പോകുന്നു എന്ന് ചോദിച്ച ഹർത്താൽ അനുകൂലിയാണുള്ളത്. ഹർത്താൽ അനുകൂലികൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ തെറ്റായ കാര്യങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ പറയരുതായിരുന്നു എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റായിപ്പോയി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതല്ലാതെ ഹർത്താലിന്റെ ഭാഗമായി എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവരുത് എന്ന് ആവർത്തിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ എല്ലാ സ്ഥലത്തും എന്തോ വലിയ അക്രമം കാണിക്കൂ എന്നുള്ള നിങ്ങളുടെ സ്റ്റോറി യഥാർത്ഥത്തിൽ ഈ നിതിനോട് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന അനുഭവം അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? പ്രതികൾ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. ഒരു പ്രതിക്ക് ഓൾറെഡി ജാമ്യം കിട്ടിക്കഴിഞ്ഞു. ഇവിടെ എന്താണ് നടക്കുന്നത്? അപ്പൊ ഇതിനോട് പ്രതികരിക്കണ്ടേ? അതിനോട് പ്രതികരണം രേഖപ്പെടുത്ത ഒരാഴ്ച മുമ്പേ പ്രഖ്യാപിച്ചല്ലോ ഇന്ന് ഹർത്താലായിരിക്കുമെന്ന്. അതിന്റെ ഒരു തയ്യാറെടുപ്പ് ഗവൺമെന്റിന്റെ പക്ഷത്തുനിന്നോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ പക്ഷത്തുനിന്നോ ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. പൊതുജനങ്ങൾക്ക് യുക്തിസഹമായിട്ടുള്ള ഒരു വാദമാണ്. കാരണം നമ്മൾ അങ്ങനെ പോലീസിനെതിരെ ഏതെങ്കിലും നമുക്ക് താല്പര്യമുള്ള ഒരു കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലത്തേക്ക് നീതി നടപ്പാക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ഹർത്താൽ നടത്താനിരുന്നാൽ കേരളത്തിൽ എല്ലാ ദിവസവും ഹർത്താലായിരിക്കും. അദ്ദേഹം ഇന്ന് ഒരു ചാനലിൽ സംസാരിക്കുന്ന സമയത്ത് ശ്രീ സണ്ണി കബിക്കാട് പറഞ്ഞത് ഇന്നൊരു പ്രത്യേക സാഹചര്യമാണ്, അപ്പോൾ അതുകൊണ്ട് മനുഷ്യർക്കുള്ള അവകാശം ഒരു അബ്സല്യൂട്ട് റൈറ്റ് ആണെന്ന് കരുതരുതെന്നാണ്. അത് തീരുമാനിക്കാൻ ശ്രീ സണ്ണി കബിക്കാട് ആരാണ്? നിങ്ങളൊരു ഹർത്താൽ പ്രഖ്യാപിച്ചു എന്ന് കരുതി ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭരണഘടനാദത്തമായിട്ട് കിട്ടുന്ന സ്വാതന്ത്ര്യം അബ്സല്യൂട്ട് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്ക് ആര് തന്നു? ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണോ തീരുമാനിക്കേണ്ടത്? ഏതെങ്കിലും ഒരു രോഗി അയാളുടെ ഡയാലിസിസിന് പോകണോ, അയാളുടെ കീമോതെറാപ്പിക്ക് പോകണോ എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ 7 ദിവസം മുമ്പ് ഹർത്താൽ പറഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചേട്ടാ ഞാൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതി ഒപ്പിട്ട് മേടിക്കണോ? ഇത് വെള്ളരിക്കാപ്പട്ടണോ ഉഗാണ്ടയൊന്നും അല്ല. ഇവിടെ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് കോടതി സ്വമേധയാ കേസ് എടുത്തിരിക്കുന്നത്. എവിടെയെല്ലാം എത്രത്തോളം മര്യാദകരുണ്ടായി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായം ഒന്ന് ആലോചിച്ച് നോക്കൂ. പരീക്ഷ എഴുതാനായിട്ട് ആൾക്കാർ ആരെങ്കിലും ഇത്തരത്തിൽ വണ്ടി തടയുന്ന സ്ഥലത്ത് പെട്ടുകിടപ്പുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം അവർ പറഞ്ഞിട്ടുണ്ടാക്കണമായിരുന്നു. എങ്ങനെ? ഒരു 10 വണ്ടി കിടക്കുമ്പോൾ 10ാമത് കിടക്കുന്ന വണ്ടിയിലാണ് പരീക്ഷയ്ക്ക് പോകേണ്ട വിദ്യാർത്ഥികളുള്ളതെങ്കിൽ ഇവർ ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആ വണ്ടിയെ പൊക്കി ഈ ക്യൂവിന്റെ മുന്നിൽ കൊണ്ടുവെക്കുമോ? എന്തൊക്കെ അസംബന്ധമാണ്. അതേപോലെ അദ്ദേഹം മറ്റൊരു ചാനലിൽ പറയുന്നത് കേട്ടു, അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന്. സാറേ, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തിന് എങ്ങനെ കൊണ്ടുപോകാനാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വണ്ടി ഉള്ളത്? ആ വണ്ടി എടുക്കുമ്പോൾ അതിന്റെ മുന്നിൽ കിടന്നിട്ട് സാഷ്ടാംഗ പ്രണാമം നടത്തുകയും അതിന്റെ മുന്നിൽ കിടന്ന് ശയനപ്രദക്ഷിണം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റ് എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന അനുസരിച്ച് സ്റ്റേറ്റും പോലീസും ഒക്കെ ഇവിടെയുള്ള രോഗികളെയും ഇവിടെയുള്ള വിദ്യാർത്ഥികളെയും എല്ലാം ഇന്ന് കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനമില്ല. അതിനാണ് KSRTC ഉള്ളത്. ആ സംവിധാനത്തിനെ കൃത്യമായിട്ട് നിങ്ങൾ എവിടെയൊക്കെ തടഞ്ഞു എന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണൂര്, പഴയങ്ങാടി, കാൾടെക്സ്, പേരാമ്പ്ര, ഉള്ളിയേരി, എറണാകുളം, കോട്ടയം, തിരുനക്കര, തിരുവല്ല, അടൂര്, തമ്പാനൂര്, ഇവിടെ കണിയാപുരം, നെടുമങ്ങാട് തടയാത്ത സ്ഥലം ഏതാ ഉള്ളത്?
എല്ലാ സ്ഥലത്തും തടഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താ? നിങ്ങളുടെ എന്തോ ഒരു ഔദാര്യം പോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോകാൻ സമ്മതിച്ചത്. സർക്കാർ ഓഫീസിന്റെ പ്രവർത്തനം തടയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലേ? ബാങ്കുകളെ തടയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലേ? ഈ ഡ്രൈവിംഗിന്റെ ലേണേഴ്സ് ടെസ്റ്റ് ഉള്ളത് ഡേറ്റ് എടുത്തതിന് ശേഷമാണെന്ന് അറിയാമല്ലോ. ഇന്നത്തേത് അങ്ങോട്ട് മാറ്റി നാളെ വെക്കാൻ ഒക്കത്തില്ലെന്ന് അറിയാമല്ലോ. അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ തടസ്സപ്പെടുത്താനായിട്ട് ശ്രമിച്ചില്ലേ? ഒരാഴ്ച മുൻപ് തന്നെ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചതാണ്, നോട്ടീസ് നൽകി. ഒരാഴ്ച മുമ്പാണെന്ന് വെച്ചാൽ ലേണേഴ്സ് ടെസ്റ്റിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റുമോ? ലേണേഴ്സ് ടെസ്റ്റിന്റെ ഡേറ്റ് മാറ്റാൻ പറ്റുമോ? വെല്ലൂരിലെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ നിയന്ത്രിക്കുന്ന ഒരു സർവകലാശാല പോലുമല്ല. കേരളത്തിന്റെ പുറത്തുനിന്ന് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സർവകലാശാലയുടെ ടെസ്റ്റ്. ആ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നിങ്ങൾ അതിനോട് സെൻസിറ്റീവ് ആയിട്ട് നിങ്ങൾ പ്രതികരിക്കുന്നത്. വായിട്ടടച്ചിട്ട് കാര്യമില്ല. വായിട്ടലക്കല്ല, നിങ്ങൾ കാണിക്കുന്ന മര്യാദയാണ് തുറന്നു കാട്ടുന്നത്. വായിട്ടലപ്പല്ല, നിങ്ങൾ കാണിച്ചിരിക്കുന്ന കയ്യൂക്കിന്റെ പ്രകടനം ഇന്നുണ്ടായിരുന്നു. ആ കയ്യൂക്കിന്റെ പ്രകടനത്തിനെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് അന്തസ്സും അഭിമാനവുമുള്ള ആരും ചോദ്യം ചെയ്യും. അതിന് നിങ്ങൾ ദളിത് കാർഡ് കൊണ്ടുവന്നിട്ട് വിക്ടിം കാർഡ് ഇറക്കരുത്. ഒരു ഓഫീസും തുറക്കാത്ത നിരവധി ഹർത്താലുകൾ കേരളം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ആൾക്കാർ മുഴുവൻ തെരുവിലിറങ്ങി എന്തോ വലിയ കുഴപ്പം കാണിച്ചു എന്നൊക്കെ അതിനെ ഇവിടെ ആൾക്കാർ പുച്ഛിച്ച് തള്ളിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഹർത്താലുകളെ, അങ്ങനെയുള്ള ഇവിടെ ഹർത്താലുകൾ നടന്നിട്ടുണ്ടല്ലോ, ഇല്ലേ? ഹർത്താൽ ആക്രമണം നടന്നിട്ടില്ലേ? അത്തരം ആക്രമണങ്ങളൊന്നും ഇതിനകത്ത് നടന്നില്ലല്ലോ. വണ്ടി തടഞ്ഞു. ആര് പറഞ്ഞു? ഒരു വ്യക്തിക്ക് കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയാൽ ആ ദിവസം പോകണമെങ്കിൽ നിങ്ങളുടെ ഹർത്താലിന്റെ നേതൃത്വം നൽകുന്ന ആൾക്കാർ തീരുമാനിക്കണമെന്ന് പറയുന്നത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അബ്സല്യൂട്ട് റൈറ്റ് ആണോ അല്ലയോ? ഈ പറയുന്നത് എന്റെ വീട്ടിൽ വന്ന് ചോദിക്കണം എന്നൊക്കെ പറയുന്നത് തേർഡ് റൈറ്റ് വർത്താനം നിങ്ങൾ പറയരുത്. ഒരു തേർഡ് റൈറ്റ് വർത്താനൊന്നുമല്ല. ഏതെങ്കിലും ഒരുത്തർ വന്നിട്ട് റോഡിൽ നിന്നിട്ട് ഷോ കാണിച്ചു കഴിഞ്ഞാൽ നീ ആശുപത്രി പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേർഡ് റൈറ്റ് പ്രവൃത്തിയാണെന്ന് പറയാനായിട്ട് സണ്ണി കവിക്കാരൻ എന്താണ് ഉറപ്പില്ലാത്തത്? എന്താണ് നട്ടലുറപ്പില്ലാത്തത്? അവർക്ക് താങ്കൾ പറയണം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് പൊതുനിരത്തിൽ വന്നിട്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടുന്ന ക്യാൻസർ രോഗിയോട് നീ ഷോ കാണിക്കുന്നുണ്ട് നീ പോവണ്ടെന്ന് പറയുമ്പോൾ ആ കാണിക്കുന്നതാണ് സാറേ തേർഡ് റേറ്റ് പ്രവൃത്തി. അല്ലാതെ അത് ആ കാണിച്ചിരിക്കുന്ന തെമ്മാടുത്തമാണെന്ന് പറയുന്നത് അല്ല തേർഡ് റേറ്റ്. ആ കാണിച്ചിരിക്കുന്ന പ്രവൃത്തിയാണ് തേർഡ് റേറ്റ്. അതൊക്കെ നിങ്ങളുടെ സംസ്കാരം. ഇത്തരം ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് പറഞ്ഞത്. ആ കാണിക്കുന്ന സംസ്കാരത്തിന്റെ പേരാണ് തെമ്മാടിത്തരം എന്ന് പറഞ്ഞത്. റോഡിൽ തടഞ്ഞു നിർത്തിയിട്ട് ഒരു രോഗിക്ക് ആശുപത്രിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കുന്നെങ്കിൽ അത് തെമ്മാടിത്തരമാണ് സാർ. അല്ലാതെ അതിനെ അഭ്യുദയകാംക്ഷി എന്നല്ല പറയുന്നത്. ഒരേ ഒരു കേസാണ് നിങ്ങൾ ഈ പറയുന്നത്. ഒരേ ഒരു കേസ് കേരളത്തിലെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതമാണ് സാർ. അയാളുടെ കുടുംബത്തിന് നിതിൻ രാജ് എന്ന് പറയുന്നത് ഒരാളിന്റെ കേസാണോ? നിതിൻ രാജിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരാളിന്റെ കേസല്ല, കേരളത്തിന്റെ മൊത്തം കേസാണെന്ന് പറയുന്നത് പോലെ ഇന്ന് കീമോതെറാപ്പിക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരാളിന്റെ കേസും നമ്മുടെ മൊത്തത്തിലുള്ള കേസാണ് സാറേ. അല്ല നിങ്ങളുടെ കേസ് മാത്രമല്ല. കാര്യം മനസ്സിലാക്കുക, അവര് ഹോസ്പിറ്റലിൽ പോയല്ലോ ആദ്യം. അവിടെ അവര് പോയോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അത് പോലീസുകാർ കൊണ്ടുപോയി കാണും. നിങ്ങൾ കാണിച്ചിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തൊന്നുമല്ല. നിങ്ങൾ കാണിച്ചിരിക്കുന്ന സൗജന്യത്തിന്റെ പുറത്തല്ല. വഴി തടയാനായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ അബ്സല്യൂട്ട് റൈറ്റ് അല്ല സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് അധികാരത്തിന്റെ പേരിലാണ് ശ്രീ കവിക്കാട്? താങ്കൾക്ക് അങ്ങനെ ഒരു അധികാരമില്ല ഉണ്ടെന്ന് താങ്കൾ വിചാരിക്കുകയാണ്. ഇന്ന് തെരുവിൽ കണ്ടിരിക്കുന്നതാണ് തേർഡ് റേറ്റ് പ്രവൃത്തി. എവിടെയാണ്, എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്, എപ്പോഴാണ് പ്രവർത്തിക്കാത്തത് എന്ന കാര്യം അറിയാൻ പാടില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വിദ്യാർത്ഥിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ ഒരു വർഷമായി തയ്യാറെടുത്തിരുന്ന അവരുടെ എക്സാമിന്, എൻട്രൻസ് എക്സാമിന് അവസരം നിഷേധിച്ചതിന് ശേഷം ഒരു ഉളുപ്പുമില്ലാതെ ആ കാര്യത്തിനെ പറ്റി ഖേദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ നഷ്ടപ്പെട്ട പിള്ളേർക്ക് പോയത് പോയി. താങ്കൾ പറഞ്ഞു നിതിൻ രാജിന്റെ മരണത്തിൽ നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി കിട്ടണം എന്ന് ഞങ്ങളെല്ലാം പറയുന്ന ഐക്യദാർഢ്യമുണ്ടല്ലോ, അത് വ്യാജമാണെന്ന് തെളിയുന്നു. ഞങ്ങൾ ഈ ഹർത്താലിനെതിരെ സംസാരിക്കുന്നുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. എങ്ങനെയാണ് താങ്കൾക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത്? നിങ്ങൾ തന്നെയല്ലേ ആ ഐക്യദാർഢ്യം ഇല്ലാതാക്കുന്നത്? ഞങ്ങളാണ് ഈ ഐക്യദാർഢ്യം ഇല്ലാതാക്കുന്നത് എന്നത് നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നിരുന്നോളെ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. വിദ്യാർത്ഥികൾക്ക് അവിടെയുള്ള പോലീസ് ഓഫീസർമാരെ സമീപിക്കാമായിരുന്നു. ഞങ്ങൾ പരീക്ഷയ്ക്ക് വന്നത് ഞങ്ങളെ കടത്തിവിടാൻ സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് അവിടെ തീർച്ചയായും നടക്കുമായിരുന്നു. ഇതാര് തടഞ്ഞെന്ന് ഈ പറയുന്ന നിങ്ങൾ? ഇവരാരെങ്കിലും ആവശ്യപ്പെട്ടോ ഞങ്ങൾ പരീക്ഷയ്ക്ക് പോവുകയാണെന്ന്? പോലീസ് ഓഫീസേഴ്സിനോട് ആവശ്യപ്പെട്ടാൽ അവരിതിനുള്ള സംവിധാനം ചെയ്യും. തടഞ്ഞെങ്കിൽ നിങ്ങൾ പോകാനുള്ള അവകാശമുണ്ട്. നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലെന്നേ. നിങ്ങൾ ഇത് ഹർത്താൽ പിന്നെന്തിനാ നടത്തുന്നത്? ആ ഹർത്താൽ എന്തിനാ നിങ്ങൾ നടത്തുന്നത്? നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കയറാനോ? നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാനോ? ആശുപത്രി പോകുന്നതിനെ തടയാനോ? ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങളാണ്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിട്ട് കട തുറന്നേ മതിയാകൂ എന്ന് പറയുന്ന ആളിന്റെ അടുത്ത് കടയുടെ ഷട്ടർ ഇടോ എന്ന് പറയുന്നതിനാണോ നിങ്ങൾ ഹർത്താൽ നടത്തുന്നത്? ഈ ഹർത്താൽ നടത്തുമ്പോൾ ഹർത്താൽ നിർബന്ധിതമാകരുതെന്നാണ് സാറേ കോടതിയുടെ ഉത്തരവ്. താങ്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ. കോടതി ഹർത്താലുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. നിർബന്ധിതമായിട്ട് ഹർത്താൽ നടത്തരുതെന്നാണ്. ഹർത്താലിനോട് സഹകരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സഹകരിക്കാത്തവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെറുതായിട്ടുണ്ടാവാം. അത്തരം കാര്യങ്ങൾ ഉണ്ടാവരുതെന്ന് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്ര മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. ഓക്കെ.
ശരി, നന്ദി. ചർച്ചയിൽ അതായത് ഉത്തരവാദിത്തമില്ല, വല്ലവരും വല്ലതും കാണിച്ചു, എനിക്ക് ഉത്തരവാദിത്തമില്ല. കൈ കഴുകുക എന്നതിനാണ് പറയുന്നത്. ശരി, നന്ദി. വാഷിംഗ് യുവർ ഹാൻഡ്സ് ഓഫ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്നത്തെ ഹർത്താലിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞവർ 26%, ഇല്ല എന്ന് പറഞ്ഞവർ 68%. വണ്ടി അവസാനിക്കുന്നു. നന്ദി.